السلام عليكم ورحمة الله وبركاته. الحمد لله وكفى الصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. അതിൽ അവസാനത്തെ ദർസുകളിൽ നാം സംസാരിച്ച വിഷയം 4 മദ്ഹബുകളെക്കുറിച്ചും ആ മദ്ഹബുകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, ആ മദ്ഹബുകളുടെ പ്രധാനപ്പെട്ട കിതാബുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ചിരുന്നു. ഇന്നത്തെ ദർസിൽ മുമ്പ് തന്നെ നാം സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പൊതുവെ ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ഓർമ്മ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ നിലയിൽ ഫിഖ്ഹിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്? പഴയ കാലഘട്ടത്തിലാണെങ്കിലും ആധുനികമായി വരുന്ന മസായിലുകളിലാണെങ്കിലും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഫിഖ്ഹ് എന്നുള്ളത്. പലരോടും ഫിഖ്ഹിൻ്റെ വിഷയങ്ങൾ നാം സംസാരിക്കാൻ മുതിർന്നാൽ അവർ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായത്തിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുള്ളത് എന്നൊക്കെ പലരുടെയും സംസാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പൊതുവായി ആളുകൾ കരുതി വെക്കുന്നത് ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അതിലെ അധിക മേഖലകളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ് കൂടുതൽ എന്നൊക്കെയാണ് പൊതുവിൽ ആളുകൾ ധരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദർസിൽ നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ് ഫിഖ്ഹിൽ വന്നത് എന്നും ഈ അഭിപ്രായ വ്യത്യാസങ്ങളോട് ഒരു വിശ്വാസി എന്ന നിലയിൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലയിൽ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പല രീതിയിലും ചിന്തിക്കുന്ന, പലതും കേൾക്കുന്ന, വ്യത്യസ്ത ശൈലികളിൽ കാര്യങ്ങൾ സംസാരിക്കുകയും വ്യത്യസ്ത തരത്തിൽ വിഷയങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുക എന്നത് സർവ്വസാധാരണയാണ്. നാം നോക്കിയാൽ നമ്മുടെ പൊതുവായ ജീവിതത്തിൽ തന്നെ നാം കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ 2 പേർ പരസ്പരം കൂട്ടമായി 2 പേർ ഒന്നിച്ച് കച്ചവടം ചെയ്യുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും വരും. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്? ഒരു കച്ചവടം 2 പേർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഒന്നിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. രണ്ടാളുടെയും ഉദ്ദേശം എങ്ങനെയെങ്കിലും കച്ചവടം ലാഭത്തിലാകണം എന്നുള്ളതാണ്. ഒരേ ലക്ഷ്യത്തിൽ പോകുന്ന 2 ആളുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വരുന്നത് എന്തുകൊണ്ടാണ്? 2 പേരും ഒരേ ലക്ഷ്യമാണ്. അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം 2 പേരുടെയും ചിന്തകൾ 2 ശൈലിയിലായിരിക്കും. അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ശരീഅത്ത് കർശനമായി വിലക്കേർപ്പെടുത്തിയ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിയായ വിഷയങ്ങളിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നൊരിക്കലും ശരീഅത്ത് എവിടെയും നമുക്ക് അധ്യാപനങ്ങൾ നൽകിയിട്ടില്ല. മറിച്ച് അഭിപ്രായ വ്യത്യാസം സഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം സഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഫിഖ്ഹിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സഹാബികളുടെ കാലഘട്ടം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്സവാഇഖുൽ മുർസല എന്ന കിതാബിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും മോശമായ അല്ലെങ്കിൽ പാടില്ല എന്ന് ശർഅ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒന്നിലധികം വീക്ഷണങ്ങൾ ആളുകൾ പറയുമ്പോഴൊക്കെ എല്ലാവരുടെയും ഉദ്ദേശം എന്തായിരിക്കണം? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയായിരിക്കണം. സത്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സത്യത്തിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഉദ്ദേശത്തിലൂടെ
ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അയാളിൽ നിന്ന് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ മസ്അലയിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ആളുകളിൽ നിന്നുണ്ടാവുക എന്നത് ഒരിക്കലും ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസം എന്തായാലും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം നമ്മുടെ പൊതുജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഫിഖ് എന്ന് പറയുന്നത് നാം മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഹദീസുകളിൽ നിന്നും അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും ഉലമാക്കൾ വിശദീകരിച്ച് അവർ എഴുതിയിരിക്കുന്ന കിതാബുകളും അങ്ങനെയുള്ള കർമ്മശാസ്ത്ര വിധികൾക്കാണ് ഫിഖഹിന്റെ കിതാബുകൾ അല്ലെങ്കിൽ ഫിഖഹിയായ മസായിലുകൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഇത് മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകും. ഹദീസുകൾ മനസ്സിലാക്കുന്നതിൽ, ആയത്തുകൾ മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നത് സാധാരണയായ ഒരു കാര്യമാണ്. അതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അടുത്തൊരു കാര്യം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് ചില ആളുകൾ കരുതുന്നത് പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ മസ്അലകളിൽ ഉണ്ടായാൽ ചില ആളുകളുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ചിലർ പറയും ദീനിൽ ഏറ്റവും അധികം അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളാണ്. ഫിഖഹിന്റെ വിഷയങ്ങൾ നാം നോക്കിയാൽ അധിക വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ് എന്ന് ചിലർ പറയാറുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിഖഹിന്റെ വിഷയങ്ങളിൽ അധികവും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണ് എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് നമ്മുടെ കർമ്മങ്ങൾ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നാം ഒന്ന് നോക്കിയാൽ അധിക പ്രവർത്തനങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളാണ്. അധിക വിഷയങ്ങളും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അധികവും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിന് അൽ ഇസ്തിഖാമയിലും സർകശി അദ്ദേഹത്തിന് അൽ ബഹ്റുൽ മുഹീത്തുലും ഒക്കെ ഈ ഒരു ആശയം സമർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പല കാര്യങ്ങളും ചർച്ച വരുമ്പോൾ പെട്ടെന്ന് ആളുകൾ ചോദിക്കുന്നത് എന്താണ്, ഈ വിഷയത്തിൽ ഉലമാക്കൾക്ക് എത്ര അഭിപ്രായമുണ്ട്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഏതാണ് എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ പലരും കരുതുന്നത് എന്താണ്, അഭിപ്രായ വ്യത്യാസമാണ് മസ്അലകളിൽ അധികം എന്നാണ്. അത് ശരിയല്ല. മറിച്ച് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മസ്അലകളാണ് ഏറ്റവും അധികമുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുല്ലയും സർകശി റഹിമഹുല്ലയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മസ്അലകളാണ് ദീനിൽ അധികം. പിന്നെ എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകൾ മാത്രം ഇങ്ങനെ ആളുകൾ അതാണ് അധികം എന്ന് കരുതുന്ന രൂപത്തിൽ ചർച്ച വരുന്നത്? അതാണ് പൊതുവെ ചർച്ച വരേണ്ട ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മാത്രം ചർച്ചകൾ വരുന്നത്. ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം 5 നേരമാണ് നിസ്കാരം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അതാരും ചിന്തിക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ച് ചർച്ചയില്ല, അതിനെക്കുറിച്ച് തർക്കമില്ല. അതുപോലെ തന്നെ ളുഹുർ 4 റക്അത്താണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിർബന്ധമായും 2 സുജൂദ് ഒരു റക്അത്തിൽ വേണം എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഒരു റുകൂഅ് വേണം എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഇങ്ങനെ നിസ്കാരം തന്നെ നാം നോക്കിയാൽ നിസ്കാരത്തിന്റെ ധാരാളം പ്രവർത്തനങ്ങൾ അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. ഇങ്ങനെ ശരീഅത്തിന്റെ ഏത് മേഖലകളിലേക്ക് നാം കണ്ണോടിച്ച് നോക്കിയാലും അധിക വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമില്ല. ഇജ്മാ ഉള്ള മസ്അലകളാണ് അധികം. പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളിലാണ് ചർച്ചകൾ അധികം നടക്കാറുള്ളത്. കാരണം ഇജ്മാ ഉള്ള വിഷയങ്ങളിൽ പൊതുവെ ആളുകൾ തർക്കത്തിലുണ്ടാവുകയില്ല. അതൊരു തവണ നാം പഠിച്ചു കഴിഞ്ഞാൽ, നിസ്കാരം ഒരു ദിവസം 5 നേരമാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മനസ്സിലായി അതിലാരും തർക്കിക്കാനില്ല. അല്ല, 4 വഖ്താണ് എന്ന് മറ്റൊരാൾ അഭിപ്രായം പറയാത്തത് കൊണ്ട് തന്നെ അതൊരു തവണ നാം ചെറുപ്പത്തിൽ മദ്രസയിൽ ഒരു ദിവസം 5 നേരത്തിലാണ് നിസ്കാരം എന്നൊരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ ഒരു ദിവസത്തെ നിസ്കാരം 5 നേരമാണെന്ന് അയാൾ പഠിച്ചിരിക്കും. ഒരു റക്അത്തിൽ 2 സുജൂദ് ഉണ്ട് എന്നൊരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് അതിലേക്ക് സംശയം വരുന്ന, അല്ലെങ്കിൽ അല്ല ഒരു റക്അത്തിൽ 3 സുജൂദ് ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹം കേൾക്കേണ്ടി വരുന്നില്ല. കാരണം അതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ എവിടെ കൈകെട്ടണം എന്ന വിഷയത്തിൽ ചർച്ചകൾ അധികമായി നടക്കുന്നത്? അതുപോലെ തന്നെ റുകൂഇൽ പറയേണ്ട ദുആകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫാത്തിഹയിൽ ബിസ്മി ഉറക്കെ ഓതേണ്ടതുണ്ടോ അതല്ല പതുക്കെയാണോ ഓതേണ്ടത് തുടങ്ങിയ ചർച്ചകൾ നടക്കാനുള്ള കാരണം എന്താണ്? അതിലാണ് 2-3 അഭിപ്രായങ്ങൾ ഉള്ളത്, ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനം നാം തിരിച്ചറിയണം. ശരീഅത്തിന്റെ വിഷയങ്ങളിൽ, ഫിഖഹിന്റെ മസായിലുകളിൽ അധികം വിഷയങ്ങളും ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളല്ല.
മറിച്ച് ഇജ്മാ ഉള്ള കാര്യങ്ങളാണ് അധികം. പക്ഷേ ഇജ്മാ ഉള്ള കാര്യങ്ങളിൽ ചർച്ചകൾ കുറവായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നാം ചിന്തിക്കാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ വിഷയം വ്യക്തമാകും. നിസ്കാരം മാത്രം നിങ്ങളൊന്ന് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിസ്കാരത്തിൽ നാം ആദ്യം പ്രവേശിച്ച ഉടൻ നിസ്കാരം 4 റക്അത്താണ് എന്ന് ളുഹർ നാം വിശ്വസിക്കുന്നു. അത് ഇജ്മാ ഉള്ള കാര്യമാണ്. എല്ലാവരും പറയുന്നു ളുഹർ 4 റക്അത്താണ്. അതിൽ ഒരു റുകൂഅ് വേണം, ഓരോരോ റക്അത്തിലും റുകൂഅ് വേണം എന്നതിൽ ഇജ്മാ ഉണ്ട്. റുകൂഇൽ നിന്ന് ഉയരണം എന്നത് പഠിപ്പിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇഅ്തിദാൽ വേണം, ഇജ്മാ ഉണ്ട്. 2 സുജൂദ് വേണം, ഇജ്മാ ഉണ്ട്. ഇതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ ചർച്ചയുമില്ല. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിലാണ് ചർച്ചകൾ നടക്കുക. ഇപ്പം ഇഅ്തിദാൽ വേണം എന്നത് ആർക്കും തർക്കമില്ല. ഇഅ്തിദാലിൽ കൈ കെട്ടേണ്ടതാണോ അതല്ല കൈ അഴിച്ചിടുകയാണോ വേണ്ടത്? അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ചർച്ചകൾ കേൾക്കേണ്ടി വരുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായതുകൊണ്ട് ആരും എന്ത് കരുതരുത്, അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഫിഖ്ഹിന്റെ മസ്അലകളിൽ കൂടുതൽ എന്ന് വിചാരിക്കരുത്. അത് തെറ്റാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന് അൽ ഇസ്തിഖാമയിലും സർകശി അദ്ദേഹത്തിന് അൽ ബഹ്റുൽ മുഹീത്തിലും ഒക്കെ ഈ വിഷയം സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. ഇതാണ് ആമുഖമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അഭിപ്രായ വ്യത്യാസം സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ബുദ്ധി ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന ശരീഅത്താണ് ശരീഅത്തുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ശരീഅത്തിന്റെ പരിധിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യക്തി ബുദ്ധി ഉപയോഗിക്കുമ്പോൾ 2 അഭിപ്രായങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് മനുഷ്യ സഹജമായി സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് ഒന്നാമതായി നാം പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത്, ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കരുതി ദീനിന്റെ അധിക വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളല്ല, മറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളാണ് ദീനിലെ ബഹുഭൂരിപക്ഷം മസായിലുകളും. ഇതാണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്. അടുത്ത കാര്യം, മസ്അലകൾ ഇങ്ങനെ 2 നിലയിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അഥവാ ഇജ്മാ ഉള്ള മസ്അലകൾ, അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകൾ, ഇജ്മാ ഉള്ള വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത്, പൊതുവിൽ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ മസ്അലകളെ 2 തരത്തിലാണ് പേരുകൾ പറയാറുള്ളത്. ഒന്ന് മസായിലുൽ ഖിലാഫ്. ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് തെറ്റാൻ സാധ്യതയുണ്ട്. ഒന്ന് മസായിലുൽ ഖിലാഫ്. മസായിലുൽ ഖിലാഫ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വ്യക്തമായ അധ്യാപനങ്ങൾ അല്ലെങ്കിൽ ഇജ്മാ, അതിനെതിരായി വരുന്ന മസ്അലകൾക്കാണ് മസായിലുൽ ഖിലാഫ് എന്ന് പറയുന്നത്. മസായിലുൽ ഖിലാഫ്, ഖിലാഫ് എന്ന് പറഞ്ഞാൽ എന്താ പൊതുവെ അർത്ഥം? അഭിപ്രായ വ്യത്യാസം എന്നാണ്. അത് കേൾക്കുമ്പോൾ, മസായിലുൽ ഖിലാഫ് എന്ന് കേൾക്കുമ്പോൾ ആരും എന്ത് കരുതരുത്, അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് കരുതരുത്. മറിച്ച് ഫുഖഹാക്കൾ മസായിലുൽ ഖിലാഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും വ്യക്തമായ നിലയിൽ എതിരാവുന്ന മസ്അലകൾക്കാണ് മസായിലുൽ ഖിലാഫ് എന്ന് ഉലമാക്കൾ പറയാറുള്ളത്. രണ്ടാമത്തേത് അൽ മസായിലുൽ ഇജ്തിഹാദിയ, അൽ മസായിലുൽ ഇജ്തിഹാദിയ അല്ലെങ്കിൽ മസായിലുൽ ഇജ്തിഹാദ്. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വാക്കുകൾക്ക് അതിനോട് നേർക്ക് നേർ എതിരാവാത്ത വിഷയങ്ങൾ, ഖുർആനിനോടും സുന്നത്തിനോടും നേർക്ക് നേർ എതിരാവാത്ത വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇജ്മാഇനോട് നേർക്ക് നേർ എതിരാവാത്ത വിഷയങ്ങൾ, അതിനാണ് എന്ത് പറയുന്നത്? അൽ മസായിലുൽ ഇജ്തിഹാദിയ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. മസ്അലകൾ 2 നിലയിലാണ്. ഒന്ന് മസായിലുൽ ഖിലാഫ്, 2 മസായിലുൽ ഇജ്തിഹാദ്, അല്ലെങ്കിൽ അൽ മസായിലുൽ ഇജ്തിഹാദിയ, അൽ മസായിലുൽ ഖിലാഫിയ. ഈ 2 നിലയിലാണ് ഉലമാക്കൾ ഉപയോഗിക്കാറ്. ഇബ്നുൽ ഖയ്യിം ഇഅ്ലാമുൽ മുവഖ്ഖിഈനിലൊക്കെ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത്, ഖിലാഫ് എന്ന് കേൾക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെട്ടത് എന്ന് കരുതരുത്, മറിച്ച് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നുസൂസുകളോട് മുസാദമായിട്ട് വരുന്നത്, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാക്യങ്ങളോട് എതിരായി വരുന്ന മസ്അലകൾക്കാണ് മസായിലുൽ ഖിലാഫ് എന്ന് പറയുന്നത്. ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും നേർക്ക് നേർ എതിരാവാത്ത വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിക്കപ്പെടുന്ന വിഷയങ്ങൾക്കാണ് അൽ മസായിലുൽ ഇജ്തിഹാദിയ എന്ന് ഉലമാക്കൾ പറയുന്നത്. ഈ വിഷയം ഇങ്ങനെ മസ്അലകൾ 2 എന്നത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈനിലും
ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ബയാനുദ്ദലീൽ എന്ന കിതാബിലും ഇബ്നു മുഫ്ലിഹ് അദ്ദേഹത്തിൻ്റെ അൽ ആദാബു ശർഈയയിലുമൊക്കെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. ഈ വിഷയങ്ങൾ ഈ 3 ഉലമാക്കളും അവരുടെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. വേറെയും ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ സംസാരം ധാരാളമാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശരിക്ക് തിരിച്ചറിയണം. ഒരു മസ്അല നമ്മൾ പറഞ്ഞിട്ട് പറയാണ് ഇത് മസായിൽ ഇജ്തിഹാദിയയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിനോടും ഹദീസിനോടും നേർക്ക് നേർ എതിരാവാത്ത വിഷയങ്ങളാണ് എന്നർത്ഥം. ഈ വിഷയത്തിൽ ഈ മസ്അല ഉലമാക്കൾക്കിടയിൽ ഇജ്തിഹാദിയായ മസ്അലയാണെന്ന് പറഞ്ഞാൽ അവരുടെ ഗവേഷണം അനുസരിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിച്ച വിഷയമാണ്. അതിൽ ഒരിക്കലും ശക്തമായി എതിർപ്പ് പാടില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ചില സംസാരങ്ങളിൽ പറഞ്ഞതുപോലെ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാകാൻ. ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ചാൽ നമ്മുടെ വുളൂ മുറിയുമോ ഇല്ലയോ എന്ന മസ്അല. ഒട്ടകത്തിന്റെ ഇറച്ചി ഒരാൾ കഴിച്ചു, ഒരാൾ വുളൂ ഉള്ളവനാണ്, അയാൾ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ചു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വുളൂ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ച കാരണത്താൽ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന മസ്അല. ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആദ്യം ശരീഅത്തിലുണ്ടായ കൽപ്പന എന്താണ്? പാകം ചെയ്തിരിക്കുന്ന ഏത് വസ്തുവാണെങ്കിലും ഏത് ഇറച്ചിയാണെങ്കിലും ഒരു വ്യക്തി ഭക്ഷിച്ചാൽ ആ വ്യക്തിയുടെ വുളൂ മുറിയും. ഏത് ഇറച്ചിയാണെങ്കിലും അത് കഴിച്ചാൽ ഒരു വ്യക്തിയുടെ വുളൂ മുറിയും എന്നായിരുന്നു ആദ്യ നിയമം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വുളൂ ചെയ്യേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തിന്റെ വിഷയത്തിൽ വേറെ തന്നെ ഒരു ഹദീസ് അതിനിടയിൽ വന്നിരുന്നു, ഒട്ടക ഇറച്ചിയുടെ വിഷയത്തിൽ. അപ്പോൾ ചില ഉലമാക്കൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഉലമാക്കൾ എന്ത് പറഞ്ഞു? ആദ്യത്തെ കൽപ്പനയാണ് നിങ്ങൾ പാകം ചെയ്തിരിക്കുന്ന ഏത് ഇറച്ചി കഴിച്ചാലും വുളൂ ചെയ്യണമെന്നുള്ളത്. പിന്നീടത്തെ കൽപ്പന എന്താണ്? അവസാനത്തെ കൽപ്പന നിങ്ങൾ അങ്ങനെ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ വുളൂ ചെയ്യേണ്ടതില്ല എന്നതാണ് രണ്ടാമത്തെ കൽപ്പന. എന്നാൽ ഹംബലി മദ്ഹബിന്റെ ഉലമാക്കൾ പറഞ്ഞു, ഹംബലി മദ്ഹബിലുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒട്ടകത്തിന്റെ വിഷയത്തിൽ വേറെ തന്നെ ഒരു ഹദീസ് വന്നതിനാൽ ഒട്ടക ഇറച്ചി കഴിച്ചാൽ വുളൂ നഷ്ടപ്പെടുന്നതാണ്. ഒട്ടക ഇറച്ചി കഴിച്ചാൽ വുളൂ നഷ്ടപ്പെടുന്നതാണ്. അതാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം. അതാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണ്? ഈ തെളിവ് മനസ്സിലാക്കുന്നതിൽ എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. അത് ഇജ്തിഹാദിയായ മസ്അലയാണ്. ഇനി മസായിലുൽ ഖിലാഫിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിലാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഒരു വ്യക്തി പറയാണ്, അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട്, അല്ലാഹു എല്ലായിടത്തുമുണ്ട് എന്നൊരു വ്യക്തി വാദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം നേരത്തെ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ഖുർആനിനോടും ഹദീസിനോടും നേർക്കുനേർ എതിരാവുന്നതാണോ? അതല്ല ഖുർആനിനോടും ഹദീസിനോടും നേർക്കുനേർ എതിരാവാത്തതാണോ? നേർക്കുനേർ എതിരാവുന്നതാണ്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അല്ലാഹു അർശിന് മുകളിലാണ്. ഒരു വ്യക്തി പറയാണല്ല അല്ലാഹു എല്ലായിടത്തുമുണ്ട്, അപ്പോൾ ഖുർആനിനോടും ഹദീസിനോടും നേർക്ക് നേർ എതിരാവുന്നതാണ്. അത് മസായിലുൽ ഖിലാഫ് ആണ് എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടുകയില്ല. ഇത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുക. ഇനി ആർക്കും ഇതിൽ സംശയം ഉണ്ടാവരുത്. പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയിലുള്ള ഇഖ്വകൾക്ക് ഈ വിഷയം വ്യക്തമാകണം. ഒന്ന് മസായിലുൽ ഖിലാഫ്, മറ്റൊന്ന് മസായിലുൽ ഇജ്തിഹാദ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അതും മനസ്സിലായല്ലോ. മൂന്നാമത്തെ കാര്യം കഴിഞ്ഞു. നാലാമത്തെ വിഷയം, 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാണ്. ഒന്ന്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സർവ്വസാധാരണയാണ്. മനുഷ്യന്മാർ ചിന്തിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തേത്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെക്കാൾ കൂടുതൽ ശരീഅത്തിൽ ദീനിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളാണ്. അത് സമർത്ഥിച്ച പണ്ഡിതന്മാരാണ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇസ്തിഖാമയിലും സർകശി അദ്ദേഹത്തിന്റെ അൽ ബഹ്റുൽ മുഹീത്തിലും. ഈ ഉലമാക്കളുടെ പേരുകളൊക്കെ നിങ്ങൾ പഠിക്കണം. ഉലമാക്കളുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ഈ പേരുകളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. പൊതുവായ ഒരു ദർസെടുക്കുന്നത് പോലെ ദർസെടുത്ത് പോവുക എന്നതിലുപരി ഈ ഉലമാക്കളെ നിങ്ങൾ പഠിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഷാഫിഈ മദ്ഹബിന്റെ ആളുകൾ നിങ്ങളോട് എതിർത്തുകൊണ്ട് പറയാണ്, നിങ്ങൾ സലഫികൾക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അല്ല, അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളെക്കാൾ കൂടുതൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ അത് നിഷേധിക്കുകയാണെങ്കിൽ അവരുടെ പണ്ഡിതനായ ഷാഫിഈ മദ്ഹബിലെ ആലിമായ സർകശി പറഞ്ഞിട്ടുണ്ട് ഇജ്മാഉള്ള മസ്അലകളാണ് കൂടുതൽ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമതായി നാം പറഞ്ഞ വിഷയം
മസ്അലകൾ മസായിലുൽ ഇജ്തിഹാദിയയുണ്ട്, മസായിലുൽ ഖിലാഫ് ഉണ്ട്, അല്ലെങ്കിൽ അൽ മസായിലുൽ ഖിലാഫിയ. മസായിലുൽ ഖിലാഫിയ എന്ന് പറഞ്ഞാൽ, മസായിലുൽ ഖിലാഫിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പെട്ടെന്ന് കേൾക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം എന്ന് തോന്നുമെങ്കിലും അതുകൊണ്ടുള്ള ഉദ്ദേശം അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിക്കപ്പെടാത്ത വിഷയങ്ങൾ. മസായിലുൽ ഇജ്തിഹാദിയ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വരുന്ന മസ്അലകൾ. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഒരു വിഷയം എങ്ങനെയാണ് ഇത് ഇജ്തിഹാദിയായ മസ്അലയാണോ അതല്ല ഖിലാഫിയായ മസ്അലയാണോ എന്ന് മനസ്സിലാവുക. ഒരു മസ്അല വന്നു, നമുക്ക് സംശയം, ഈ മസ്അല അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടുന്നതാണോ അതല്ല അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടാത്ത വിഷയമാണോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? പണ്ഡിതന്മാർ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കുക. പണ്ഡിതന്മാർ ഒരു വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്ന് നോക്കുക. അതിനനുസരിച്ചാണ് ഒരു വിഷയം ഇജ്തിഹാദിയയാണോ അല്ലെങ്കിൽ ഖിലാഫിയയാണോ എന്ന് മനസ്സിലാക്കുക. ഇന്ന് ചില ആളുകളൊക്കെ ചില മസ്അലകൾ വരുമ്പോൾ എന്ത് പറയും? ഈ മസ്അല അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടുന്നതല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഈ മസ്അല അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടുന്നതാണ് എന്ന് പറയും. ഇത് ആരുടെയെങ്കിലും തോന്നലുകൾക്ക് അടിസ്ഥാനത്തിൽ പറയേണ്ടതല്ല, മറിച്ച് പണ്ഡിതന്മാർ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കുക. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലുള്ള ഒരു അശഅരി, നമ്മുടെ നാട്ടിൽ പൊതുവായി വിശ്വാസ കാര്യങ്ങളിൽ അവലംബിക്കുന്നത് അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാ അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയപ്പെടുന്ന അഖീദയാണ്. ഒരു വ്യക്തി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു, ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. സിഫത്തിനെ നിഷേധിക്കലും അഹ്ലുസുന്നയുടെ വീക്ഷണമാണ്, സിഫത്തിനെ അംഗീകരിക്കലും അഹ്ലുസുന്നയുടെ വീക്ഷണമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ സാധിക്കുക? രണ്ട് തരത്തിൽ. ഒന്ന്, ഈ മസ്അല നുസൂസുകൾക്ക് നേർക്ക് നേർ എതിരാവുന്നതാണ്. രണ്ടാമത്തേത്, ഈ മസ്അലയെ പണ്ഡിതന്മാർ സമീപിച്ചിരിക്കുന്നത് ഒരിക്കലും അഭിപ്രായ വ്യത്യാസമുള്ള മസ്അല എന്ന നിലക്കല്ല, മറിച്ച് സഹാബത്തിന്റെ കാലഘട്ടം നോക്കിയാൽ ഒരൊറ്റ സഹാബി പോലും ഒരു സിഫത്ത് പോലും നിഷേധിച്ചിട്ടില്ല. താബിഈങ്ങൾ അവർ സിഫത്തുകൾ നിഷേധിച്ചിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളെ സ്ഥാപിച്ചവരാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വിഷയം അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയമായി അല്ല കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ഏതൊരു മസ്അലയിലും നിങ്ങൾ നോക്കേണ്ടത്. പഴയ കാലഘട്ടത്ത് നിലവിൽ വന്നിരിക്കുന്ന ഒരു മസ്അലയാണെങ്കിൽ ആ മസ്അലയിൽ ഫുഖഹാക്കൾ, നമ്മുടെ മുൻഗാമികളായ ഫുഖഹാക്കളും ഉലമാക്കളും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുവെങ്കിൽ നമുക്കതിൽ അഭിപ്രായ വ്യത്യാസം പറയാം. പുതുതായി നമുക്കൊരു അഭിപ്രായം ഉണ്ടാക്കാനുള്ള അവകാശവുമില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ലാഹിരി മദ്ഹബിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരുടെ വീക്ഷണം പുതിയ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അവരുടെ വീക്ഷണം പുതിയ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ലാഹിരി മദ്ഹബിനെ എതിർത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായ മസ്അലകളാണെങ്കിൽ അതിനെ നാം സമീപിക്കേണ്ട ശൈലി അത് ഇജ്തിഹാദിയയാണോ ഖിലാഫിയയാണോ എന്നറിയാൻ നാം സമീപിക്കേണ്ട ശൈലി ഉലമാക്കൾ ആ മസ്അലയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കുക. അതുപോലെ ഇന്നുണ്ടായിരിക്കുന്ന ഒരു മസ്അലയാണെങ്കിൽ, സമകാലികമായ ഒരു വിഷയമാണെങ്കിൽ, ആ മസ്അലയിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഉലമാക്കൾ ആ മസ്അലയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നാം അറിയാൻ ശ്രമിക്കുക. ഇന്ന് വളരെയധികം ചർച്ചയുള്ളൊരു വിഷയമാണല്ലോ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട കാര്യം. ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയും അത് ഫോട്ടോ പാടില്ല, നിരുപാധികം ഹറാമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. വേറെ ചില ആളുകൾ പറയും അല്ല, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇവിടെ നാം നോക്കുക ഉലമാക്കൾ എങ്ങനെയാണ് മസ്അലയെ സമീപിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സമീപകാലം ജീവിച്ചവരിൽ വലിയ ഫഖീഹാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംസാരം ഇന്ന് ലഭ്യമാണ്, നിങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഷെയ്ഖ് പറയുന്നു, ഈ മസ്അല ഉലമാക്കൾക്കിടയിൽ, അല്ലെങ്കിൽ ഈ മസ്അല ഇജ്തിഹാദിയായ ഒരു മസ്അലയാണ്, ഈ മസ്അല ഇജ്തിഹാദിയായ ഒരു മസ്അലയാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ നാം നേരത്തെ അതിന്റെ നിർവചനം പറഞ്ഞു, നുസൂസുകളോടും ഇജ്മാഇനോടും നേർക്ക് നേർ എതിരാവാത്ത വിഷയമാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ഉലമാക്കൾ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറഞ്ഞു? ഇത് ഇജ്തിഹാദിയായ മസ്അലയാണ്. ഇതാണ് എങ്ങനെയാണ് ഒരു മസ്അല ഇജ്തിഹാദിയാണോ അതല്ലെങ്കിൽ ഖിലാഫിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സംഭവിക്കുകയും
ആ അഭിപ്രായ വ്യത്യാസം, രണ്ടഭിപ്രായം പറഞ്ഞ ആളെ ഈ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എങ്കിൽ അത് ഉലമാക്കൾക്കിടയിൽ അംഗീകരിക്കപ്പെടുന്ന മസ്അലയാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫി തന്നെ നിങ്ങൾ എടുക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അത് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അത് പാടില്ല എന്ന് പറയുന്നവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല അത് പാടില്ല എന്ന് പറയുന്നവരാണ്. പക്ഷേ ഈ രണ്ടഭിപ്രായം, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് പാടില്ല എന്ന് പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അത് ഇജ്തിഹാദിയായ അഭിപ്രായമാണ്, ഇജ്തിഹാദിയായ കാര്യമാണ്, അദ്ദേഹത്തിന്റെ പല ഫത്വകളിലും അനുവദിക്കുകയും ചെയ്തു. ഒരിക്കലും ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ വ്യക്തിപരമായി കുറ്റം പറയില്ല. കാരണം എന്താണ്? അത് ഇജ്തിഹാദിയായ മസ്അലയാണ്. രണ്ടുപേർക്കും രണ്ടഭിപ്രായങ്ങൾ വരാൻ ശർഅ് അനുവാദം നൽകിയിട്ടുള്ള വിഷയങ്ങളിൽപ്പെട്ടതാണത്. അതാണ് ഇജ്തിഹാദിയായ മസായിലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് നാലാമത്തെ വിഷയം. എങ്ങനെയാണ് ഒരു മസ്അലയെ ഇജ്തിഹാദിയാണോ ഖിലാഫിയാണോ എന്ന് മനസ്സിലാക്കുക? എങ്ങനെയാണ്? അതിൽ ഉലമാക്കൾ നടത്തിയിരിക്കുന്ന സമീപനം നാം നോക്കുക. അവരെങ്ങനെയാണ് ആ മസ്അലയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെയാണ് ആ മസ്അല നോക്കിക്കണ്ടത്, അതുപോലെ നോക്കിക്കാണുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഇങ്ങനെയാണ് ഇജ്തിഹാദിയായ വിഷയങ്ങളും ഖിലാഫിയായ വിഷയങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ ഒരു കാരണവശാലും തബ്ദീഅ് ചെയ്യപ്പെടുകയില്ല. ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ ഒരു കാരണവശാലും ഒരു വ്യക്തിയെ അവൻ പിഴച്ചവനാണ്, അല്ലെങ്കിൽ അവൻ അഹ്ലുസുന്നയിൽ പെട്ടവനല്ല, അവൻ പിഴച്ച മാർഗത്തിലാണ് എന്ന് ഒരു കാരണവശാലും ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ വിധി നൽകപ്പെടുകയില്ല. മറിച്ച് അതിൽ അഭിപ്രായ വ്യത്യാസം, വിശാലതയുള്ള വിഷയമാണത്. അതിൽ വിശാലതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും, ഉദാഹരണത്തിന് നാം മനസ്സിലാക്കുന്നത് നെഞ്ചിന് മുകളിൽ കൈകെട്ടണമെന്നാണ്, നെഞ്ചിൽ കൈകെട്ടണം എന്നതാണ്. മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നു, അല്ല, നെഞ്ചിന് താഴെയാണ് കൈകെട്ടേണ്ടത്, നെഞ്ചിന് താഴെയാണ് കൈകെട്ടേണ്ടത്. ഇമാം തിർമിദി റഹിമഹുല്ല പറഞ്ഞതുപോലെ സലഫുകളിൽ അങ്ങനെയുള്ള വീക്ഷണമുള്ളവരുണ്ടായിരുന്നു. ഇമാം തിർമിദി പറയുന്നത് വിഷയം വിശാലമാണ് എന്നുള്ളതാണ്. വേറൊരു വ്യക്തി പറയാണ്, സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല, താബിഈ പണ്ഡിതൻ, അദ്ദേഹം പൊക്കിളിന് താഴെ കൈകെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് ശരിയായി ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് എന്നൊരു വ്യക്തി പറഞ്ഞു. ഹദീസ് ദുർബലമാണ് വിഷയത്തിൽ, അതുകൊണ്ട് സഈദ് ഇബ്നു ജുബൈറിന്റെ പ്രവർത്തനമാണ് ഈ വിഷയത്തിൽ ശരി എന്നൊരു വ്യക്തി പറഞ്ഞാൽ അതിന്റെ പേരിൽ നീ പൊക്കിളിന് താഴെ കൈകെട്ടുന്നു എന്ന് പറഞ്ഞ് അയാളെ വിമർശിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അയാളെ വിമർശിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. എന്തുകൊണ്ടാണ്? സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല അന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരാളും അദ്ദേഹത്തെ എതിർത്തിട്ടില്ല. എതിർത്തതായി എവിടെയും വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ പരസ്പരം ആക്ഷേപിക്കുകയോ ഇജ്തിഹാദിയായ മസായിലുകളിൽ പരസ്പരം കുറ്റം പറയുകയോ ചെയ്യാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഇത് സഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഹദീസുകൾ മനസ്സിലാക്കുന്നതിലും മറ്റുമൊക്കെ കാരണമായി അവർക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമാണ് ഈ കാര്യം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇജ്തിഹാദിയായ കാര്യങ്ങളിൽ ഒരാളെ തബ്ദീഅ് ചെയ്യാനോ പിഴച്ചവൻ എന്ന് പറയാനോ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ പെട്ടു. ഫോട്ടോഗ്രാഫി നാം പറഞ്ഞു, ഉലമാക്കൾ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, നിങ്ങളുടെ ഓർമ്മയിൽ വെക്കണം. നിങ്ങൾ ഇന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അങ്ങനെ കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫി എന്ന് അടിച്ചു കൊടുത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മസായിലുൽ ഇജ്തിഹാദ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു വാക്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ വാക്കുകൾ തന്നെ കേൾക്കുക സാധ്യമാണ്. അദ്ദേഹം പറയുന്നു ഇത് ഇജ്തിഹാദിയായ കാര്യമാണ്. അങ്ങനെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉലമാക്കൾ ഇജ്തിഹാദിയായ വിഷയമാണ് എന്ന് പറഞ്ഞ വിഷയം അതിനെ അങ്ങനെ തന്നെ നാം സ്വീകരിക്കുക. ഇവിടെ ഒരു ശുബഹത്ത്, അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ഫോട്ടോഗ്രാഫി ഇജ്തിഹാദി അല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കൽ എന്നോട് ഒരു വ്യക്തി പറഞ്ഞിരുന്നു, അദ്ദേഹം പറയുന്നത് ഫോട്ടോഗ്രാഫി ഇജ്തിഹാദി അല്ല എന്ന് പറയുന്നു. ഞാനിത് ബഹുമാനനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയ്യിസ് ഹഫിളഹുല്ലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരോട് പറയുക, നിങ്ങൾ അത് ഇജ്തിഹാദി അല്ല എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, പക്ഷേ നമ്മൾ നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചതനുസരിച്ച് ഇജ്തിഹാദിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു പക്ഷെ അങ്ങനെയും ചില മസലകൾ വരാം. ഒരു വ്യക്തിയുടെ വീക്ഷണം അനുസരിച്ച് അത് ഇജ്തിഹാദി ആയിരിക്കാം, മറ്റൊരു ആലിമിന്റെ വീക്ഷണം അനുസരിച്ച് അത് ഇജ്തിഹാദി അല്ലാതിരിക്കാം. ഇവിടെയൊക്കെ ഇബ്നുൽ ഖയ്യിം അസ്സവാഇഖുൽ മുർസലയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? ഒരിക്കലും നമ്മുടെ ദേഹേച്ഛ പിൻപറ്റുക എന്നതാവരുത്. എങ്ങനെയെങ്കിലും ഹറാമ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തിന് വേണ്ടി അതിന് ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാവരുത്. മറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലായിരിക്കണം
ഞാൻ സഞ്ചരിക്കേണ്ടത് എന്ന ബോധ്യത്തിലായിരിക്കണം ഈ പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരിക്കലും നമ്മുടെ ദേഹേച്ഛ പിൻപറ്റാൻ വേണ്ടി ഇജ്തിഹാദിയ വിഷയമാണ് എന്ന് പറഞ്ഞു പോകരുത്. മറിച്ച് വിഷയങ്ങൾ പഠിക്കാൻ സത്യസന്ധമായി പരിശ്രമിക്കുക, തെളിവുകൾ വെച്ചുകൊണ്ട് വിഷയങ്ങൾ പഠിക്കുക. അതിൽ ഉലമാക്കൾ ഇജ്തിഹാദിയായി കണ്ട മസലയാണെങ്കിൽ നമുക്ക് ഏതാണോ വിഷയത്തിൽ കൂടുതൽ ബോധ്യപ്പെടുന്നത് അത് സ്വീകരിക്കാം. അതിനെതിരായി സ്വീകരിച്ചവരോട് നമുക്ക് അനുവദിക്കപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞതുപോലെ അവരോട് തെളിവുകൾ വെച്ചുകൊണ്ട് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ എടുത്തോ, നെഞ്ചത്ത് കൈകെട്ടുന്നത്. ഒരു വ്യക്തി പറയാണ് ഹദീസ് ദുർബലമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇമാം തിർമിദി പറഞ്ഞിട്ടുണ്ട് വിഷയം വിശാലമാണ്, എവിടെ വേണമെങ്കിലും കൈവെക്കാം. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി പൊക്കിളിന് താഴെ അല്ലെങ്കിൽ പൊക്കിളിന് മുകളിൽ കൈവച്ചു എന്ന് സങ്കല്പിക്കുക. അയാളെ നാം അത് വിട്ടേക്കണം. അതിന് കാരണത്താൽ അയാളെ കുറ്റം പറയരുത്, അയാൾ ചെയ്യുന്നത് മോശപ്പെട്ട പ്രവർത്തനമാണെന്ന് പറയരുത്. നമുക്ക് എന്ത് ചെയ്യാം? അല്ല, ഹദീസ് സഹീഹാണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ അതുകൊണ്ട് ഏറ്റവും നല്ലത് നെഞ്ചിന് മുകളിലാണ്. നിങ്ങൾ ഒന്നുകൂടി വിഷയം പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠനം അയാൾക്ക് സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സമർപ്പിക്കുക എന്നതിലുപരി അതിൻ്റെ മുകളിൽ ചർച്ച നടത്തുകയും തർക്കിക്കുകയും, സാധാരണ ഇൽമിയായ ചർച്ചകൾ ചെയ്യാമെന്നല്ലാതെ അതിൻ്റെ മേൽ തർക്കിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ വിലക്ക് വന്നിരിക്കുന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. തയ്യിബ്, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഇജ്തിഹാദിയ വിഷയങ്ങളിൽ തബ്ദീഅ് പാടില്ല, മോശപ്പെട്ടവരെന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. മറിച്ച് ഖിലാഫിയായ വിഷയങ്ങളിലാണ് ഒരു വ്യക്തിക്ക് പിഴവ് സംഭവിച്ചാൽ അയാളെ എതിർക്കപ്പെടുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എപ്പോഴാണ് ഒരു വ്യക്തിയെ ഈ ഖിലാഫിയായ വിഷയത്തിൽ തബ്ദീഅ് ചെയ്യുക? ഖിലാഫിയായ വിഷയത്തിൽ എപ്പോഴാണ് ഒരു വ്യക്തി പിഴച്ചവനാണ്, മുബ്തദി ആണ് എന്ന് പറയുക? ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ പല ദർസുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്നുകൂടി നമ്മുടെ മദ്രസയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ പറയാം. ഈ ഖിലാഫിയായ ഈ മസ്അലകളിൽ ഒരു വ്യക്തി എതിരഭിപ്രായം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അഹ്ലുസുന്ന തബ്ദീഅ് ചെയ്യുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ് അയാൾ ബിദ്അത്തുകാരനാണെന്ന് പറയുക. ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, അഹ്ലുസുന്നയോട് പൊതുവായ ഒരു ആശയത്തിൽ എതിര് നിൽക്കുക. അസ്ലുകൾ എന്ന് നമ്മൾ പറയല്ലേ, ഉസൂലു അഹ്ലുസുന്നയുടെ ഉസൂലുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി എതിരാവുകയാണെങ്കിൽ അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യപ്പെടും. ഒരു ഉദാഹരണം പറയാം. അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽ പെട്ടതാണ് തൗഹീദിലേക്കുള്ള ദഅവത്ത്. അതിൻ്റെ തെളിവുകൾ എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തി പറയാണ്, അല്ലെങ്കിൽ ഒരു സംഘടന പറയാണ്, നാം തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയില്ല, മറിച്ച് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ, സലാത്തുകൾ, തസ്ബീഹുകൾ, ഇതിലേക്കാണ് ആളുകളെ നാം ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്നയോട് ഒരു അടിസ്ഥാനത്തിലുള്ള മുഖാലഫത്താണ്, എതിരായി നിലനിൽക്കലാണ്. അങ്ങനെ വന്നാൽ ആ വ്യക്തിയെ അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ജമാഅത്തു തബ്ലീഗ് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നില്ല. അവരെ തബ്ദീഅ് ചെയ്യാനുള്ള പണ്ഡിതന്മാർ തബ്ദീഅ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്, അവർ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നില്ല. അതല്ലെങ്കിൽ ഒരു വിഭാഗം പറയാണ്, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ ആഹാദായ ഹദീസുകളൊക്കെ തള്ളിക്കളയും, പ്രവാചകന്റെ ആഹാദായ ഹദീസുകളൊക്കെ തള്ളിക്കളയും എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ ആ വ്യക്തി അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യപ്പെടും. കാരണം അത് അഹ്ലുസുന്നയോട് പൊതുവായ ഒരു വിഷയത്തിൽ, ഒരു അസ്ലിൽ അഹ്ലുസുന്നയോട് എതിരാവലാണ്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഒരു വ്യക്തി പറയാണ്, ഞാൻ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ബന്ധം സ്ഥാപിക്കാനും ബന്ധം വിച്ഛേദിക്കാനും ഉദ്ദേശിക്കുന്നത്, അഥവാ മറ്റുള്ളവരോടുള്ള ബന്ധം, മറിച്ച് നമ്മുടെ സംഘടനയുള്ളവർ ആരാണെങ്കിലും അവരോട് നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ സംഘടനയിൽ ഇല്ലാത്തവരാണെങ്കിൽ അവരോട് നമുക്ക് വെറുപ്പാണ് എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് ഒരു അടിസ്ഥാനത്തിലുള്ള, ഒരു അസ്ലിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്, അഥവാ അൽ വലാ വൽ ബറായിലുള്ള പിഴവാണ്. അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യപ്പെടും. അപ്പോൾ അഹ്ലുസുന്ന തബ്ദീഅ് ചെയ്യാനുള്ള ഒന്നാമത്തെ സാഹചര്യം എന്നുള്ളത്, ഒരു വ്യക്തി അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽ അഹ്ലുസുന്നയോടെതിരായാൽ അത് കാരണത്താൽ അവരെ തബ്ദീഅ് ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഒരു ആശയം സമർത്ഥിച്ചതായി കാണാം. അതുപോലെ തന്നെ ഷാത്തിബി റഹിമഹുല്ലയും
ബർബഹാരിയുമൊക്കെ ഈ വിഷയം സമർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ജഹ്മിയാക്കളെ ഉലമാക്കൾ തബ്ദീഅ് ചെയ്തത്, ഒരു വിഭാഗത്തെ ഖദരിയാക്കളെ ഉലമാക്കൾ തബ്ദീഅ് ചെയ്തത്. അതുപോലെ തന്നെ ധാരാളം ആളുകളെ ഉലമാക്കൾ ഈ ഒരു മാനദണ്ഡത്തിൽ തബ്ദീഅ് ചെയ്തതായി നമുക്ക് കാണാം. നിങ്ങളോട് ഒരാൾ ചോദിച്ചു, തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ടാണ് ബിദ്അഈ പ്രസ്ഥാനമായത്? അതിന്റെ ഉത്തരം എന്താണ്? തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നില്ല. അത് അവരെ തബ്ദീഅ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. കാരണം അഹ്ലുസുന്നയുടെ ഉസൂലുകൾ അത് സ്വീകരിക്കുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്. അതിൽ എതിരായാൽ അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യപ്പെടും. അത് അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ പ്രവർത്തനം പഴയ കാലഘട്ടം മുതൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അത് മനസ്സിലായല്ലോ. രണ്ടാമത്തെ സാഹചര്യം, തബ്ദീഅ് ചെയ്യപ്പെടാനുള്ള രണ്ടാമത്തെ സാഹചര്യം, ഇത് ശരിക്കും ശ്രദ്ധിക്കുക. ഒരു പൊതുവായ ഒരു അസ്ലിലല്ല, മറിച്ച് ഒരു ജുസ്ഇയായ, ഒരു ഭാഗികമായ വിഷയത്തിൽ തബ്ദീഅ് ചെയ്യപ്പെടും. എപ്പോൾ? ഈ ഭാഗികമായ വിഷയം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയമാണ് എങ്കിൽ, ഈ ഭാഗികമായ ഈ മസ്അല, ജുസ്ഇ എന്ന് പറയും, ജുസ്ഇയായ ഈ മസ്അല അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ, ബിദ്അത്തിന്റെ ആളുകൾ, ഖദരിയാക്കൾ, ഷിയാക്കൾ, അതുപോലെ തന്നെ സൂഫികൾ, അവരുമായി അഹ്ലുസുന്ന അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിലാണ് ഒരു വ്യക്തി അഹ്ലുസുന്നയോട് എതിരാവുന്നതെങ്കിൽ അത് കാരണത്താലും തബ്ദീഅ് ചെയ്യപ്പെടും. ഒരു ഉദാഹരണം ഞാൻ പറയാം പെട്ടെന്ന് മനസ്സിലാകാൻ. സ്വഹാബത്തിലുള്ള വിശ്വാസം, സ്വഹാബത്തിനെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ്. അവരെ ചീത്ത വിളിക്കരുത്, അവരെ സ്നേഹിക്കണമെന്നുള്ളതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരു വ്യക്തി സ്വഹാബത്തിനെ പരിപൂർണമായി തള്ളിക്കളയുന്നു, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? നേരത്തെ പറഞ്ഞ അഹ്ലുസുന്നയോട് ഒരു അടിസ്ഥാനത്തിലുള്ള എതിരാവലാണ്. ഒരു വ്യക്തി ഒരു സഹാബിയെ ചീത്ത വിളിക്കുന്നു, മുആവിയത്ത് ബിൻ അബി സുഫിയാനെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്ൻ അൽ ആസിനെ ചീത്ത പറയുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് അഹ്ലുസുന്നയോട് ഒരു ജുസ്ഇലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അഥവാ എല്ലാ സഹാബികളെയും അംഗീകരിക്കുന്നു, ഒരു സഹാബിയെ എതിർക്കുന്നു എന്ന് സങ്കല്പിക്കുക. അത് അഹ്ലുസുന്നയോട് ഒരു ഭാഗത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ എന്താ? ഒരു ചെറിയ വിഷയമായിരിക്കാം, പക്ഷെ ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നയും ബിദ്അത്തിന്റെ ആളുകളും തമ്മിലാണ്. സഹാബത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നയും റവാഫിദിയാക്കളും ഷിയാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അഹ്ലുസുന്നയും അഹ്ബാഷുമായും അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. അബ്ദുല്ലാഹ് അൽ ഹബഷി അവരെ പോലെയുള്ള ആളുകളൊക്കെ സഹാബികളെ നിഷേധിക്കുന്നുണ്ട്, പല സഹാബികളെയും ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഒരു വിഷയത്തിൽ അഹ്ലുസുന്നയും ബിദ്അത്തിന്റെ ആളുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അഹ്ലുസുന്നയോട് എതിരായി നിന്നാൽ അത് കാരണത്താലും തബ്ദീഅ് ചെയ്യപ്പെടും. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പൊ സഹാബികളെ ചീത്ത വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഉലമാക്കൾ സയ്യിദ് ഖുതുബിനെ തബ്ദീഅ് ചെയ്തിട്ടുള്ളത്. സയ്യിദ് ഖുതുബിനെ തബ്ദീഅ് ചെയ്യപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ്. അദ്ദേഹം പല സഹാബികളെയും മോശമായി സംസാരിച്ചു, സഹാബികൾ വഞ്ചനയുള്ളവരാണെന്നും അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സയ്യിദ് ഖുതുബ് സഹാബികളെ കുറിച്ച് പരാമർശിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഒരു ഉദാഹരണം കൂടി. ഹസൻ ഇബ്നു സാലിഹ്, അദ്ദേഹത്തെ സുഫിയാൻ അസ്സൗരിയും ഇമാം അഹ്മദും തബ്ദീഅ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിഴച്ചവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? അദ്ദേഹം ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങാം എന്ന് അനുവദിച്ച പണ്ഡിതനാണ്, അനുവദിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇറങ്ങൽ അനുവദനീയമാണെന്ന് പറഞ്ഞു. അത് കാരണത്താൽ ഉലമാക്കൾ തബ്ദീഅ് ചെയ്തു. ഇത് വലിയൊരു അസ്ലാണ്, അഹ്ലുസുന്നയുടെ അസ്ലുകളിൽ പെട്ടതാണ് അസ്സമഉ വത്വാഅ, ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഒരു വ്യക്തി അനുസരിക്കണം എന്ന് പറഞ്ഞു, കേൾക്കണം എന്നൊക്കെ പറയുന്നു, അതിന്റെ എല്ലാ ഭാഗങ്ങളും സ്ഥിരപ്പെടുത്തുന്നു. പക്ഷേ അവർക്കെതിരിൽ ശരീഅത്ത് അനുവദിക്കാത്ത നിലയിൽ ഇറങ്ങൽ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അത് കാരണം തബ്ദീഅ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അഹ്ലുസുന്ന ഇമാം അഹ്മദും സുഫിയാൻ അസ്സൗരിയൊക്കെ ഹസൻ ഇബ്നു സാലിഹിനെ തബ്ദീഅ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഒന്ന്, അഹ്ലുസുന്നയോട് ഒരു പൊതുവായ തത്വത്തിൽ, ഒരു അസ്ലിൽ എതിരായി നിലനിൽക്കുക, അത് കാരണത്തിൽ തബ്ദീഅ് ചെയ്യും. രണ്ടാമത്തേത്, അഹ്ലുസുന്നയോട് ഭാഗികമായ ഒരു വിഷയത്തിൽ എതിരഭിപ്രായത്തിൽ നിൽക്കുക, പക്ഷെ ആ വിഷയം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ തബ്ദീഅ് ചെയ്യപ്പെടും. ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഖുഫ് തടവുക എന്നുള്ളത്, സോക്സ് അല്ല, ഖുഫ്, സോക്സിന്റെ മസാല മറ്റൊന്നാണ്. ഖുഫ് തടവുക എന്നുള്ളത് അഹ്ലുസുന്നയും ഷിയാക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അഹ്ലുസുന്ന പറയുന്നു തടവാം,
ഷിയാക്കൾ പറയുന്നു തടവാൻ പാടില്ല. ഒരു വ്യക്തി പറയാണ് ഖുഫ് തടവാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹത്തെ തബ്ദീഇ ചെയ്യപ്പെടും. അത് നിസാരമായ ഒരു കർമ്മശാസ്ത്ര വിഷയമല്ല എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുഫ് തടവാൻ പാടില്ല എന്നൊരുവൻ പറഞ്ഞാൽ അത് കാരണത്താൽ അവനെ തബ്ദീഇ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഉലമാക്കൾ അഖീദയുടെ കിതാബിൽ ഖുഫ് തടവുന്ന മസ്അല ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് ഉലമാക്കൾ അഖീദയുടെ കിതാബുകളിൽ ഖുഫ് തടവുന്ന മസ്അലകൾ ഉദ്ധരിക്കുന്നത്. കാരണം അതിലുള്ള അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിലാണ്. ഇത് രണ്ടും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അംറുൻ കുല്ലി, അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു അസ്ലിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുക, അതല്ലെങ്കിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അഹ്ലുൽ ബിദ്അയുടെ നിലപാട് സ്വീകരിച്ചാലും തബ്ദീഇ ചെയ്യപ്പെടും. ഈ സാഹചര്യങ്ങളല്ലാതെ തബ്ദീഇ ചെയ്യപ്പെടുകയില്ല. ഇതല്ലാതെ സാഹചര്യങ്ങളിൽ തബ്ദീഇ ചെയ്യപ്പെടുകയില്ല. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തിൽ തെറ്റു വന്നു. ഇത് നമ്മൾ പറയുന്നത് നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുമായി കണക്ഷൻ ഉണ്ട്, അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇതൊക്കെ ചർച്ച ചെയ്താണ് മസായിൽ ഖിലാഫിയയെ കുറിച്ചാണ്. ഇജ്തിഹാദിയയിൽ ഇങ്ങനെ ഒരു ചർച്ചയില്ല. ഇജ്തിഹാദിയായ കാര്യങ്ങളിൽ തബ്ദീഇ ചെയ്യപ്പെടില്ല. ഖിലാഫിയായ വിഷയത്തിലാണ് ഈ ചർച്ചകളൊക്കെ. തയ്യിബ്, ഇപ്പൊ ഖിലാഫിയായ വിഷയങ്ങളിൽ എപ്പോഴാണ് തബ്ദീഇ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞല്ലോ. ഇനി ഒരു മസ്അല ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മസ്അല, ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തിൽ തെറ്റു വന്നു എന്ന് സങ്കല്പിക്കുക. ഖിലാഫിയായ വിഷയത്തിൽ അഥവാ അഭിപ്രായ വ്യത്യാസം പാടില്ലാത്ത വിഷയത്തിൽ ഒരു ആലിമിന് ഒരു തെറ്റു വന്നു. ആ വിഷയം അഹ്ലുസുന്നയുടെ അസ്ലുകളിൽ പെട്ടതല്ല, പൊതുവായ ഒരു വിഷയമല്ല. അസ്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തത്വം എന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്, അതിൻ്റെ കീഴിൽ ധാരാളം വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു അസ്ലിലല്ല ഒരു ആലിമിന് തെറ്റുപറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും അഹ്ലുസുന്നയും ബിദ്അത്തിന്റെ ആളുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഇരിക്കുന്ന വിഷയത്തിലുമല്ല ഒരു ആലിമിന് തെറ്റുപറ്റിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ആലിമിന് അങ്ങനെയുള്ള വിഷയത്തിൽ തെറ്റുപറ്റിയാൽ അയാളെ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? തബ്ദീഇ ചെയ്യാൻ പറ്റുമോ? പാടില്ല. അങ്ങനെ തബ്ദീഇ ചെയ്യാൻ പാടില്ല. അത് ഉലമാക്കളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഖസ്സാബ് റഹിമഹുല്ലാ, ഖസ്സാബ് അദ്ദേഹം നുഖത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഖബർ ശിക്ഷ ഉള്ളതാണ്, ഖബർ ശിക്ഷയുണ്ട്. ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നു, അത് വിശ്വസിക്കണമെന്ന് പറയുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. പക്ഷെ അദ്ദേഹം പറയുന്നു ഖബറിലെ ശിക്ഷ തുടരുകയില്ല, ഖബറിലെ ശിക്ഷ എന്നും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബയാനു തൽബീസ് അൽ ജഹ്മിയയിൽ പറയുന്നു ഈ വാദം തെറ്റാണ്, ഖസ്സാബിന്റെ ഈ വാദം തെറ്റാണ്. തയ്യിബ്, അത് ഇജ്തിഹാദിയ വിഷയമാണോ? ഉലമാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുള്ള വിഷയമാണോ? അല്ല, ഖിലാഫിയായ മസ്അലയാണ്. എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം പാടില്ലാത്ത മസ്അലയാണ് ഖസ്സാബിന് തെറ്റുപറ്റിയിരിക്കുന്നത്. തയ്യിബ്, ഉലമാക്കൾ ഖസ്സാബിനെ തബ്ദീഇ ചെയ്തോ? തബ്ദീഇ ചെയ്തിട്ടില്ല. കാരണം അത് അസ്ലുകളിൽ പെട്ടതല്ല, ബിദ്അത്തിന്റെ ആളുകളും അഹ്ലുസുന്നയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഇരിക്കുന്ന വിഷയവുമല്ല. അതുകൊണ്ട് തന്നെ അത് കാരണത്താൽ അദ്ദേഹത്തെ തബ്ദീഇ ചെയ്തിട്ടില്ല ഉലമാക്കൾ. അപ്പോൾ ഉലമാക്കളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഈ വിഷയം വളരെ വ്യക്തമാണ്. ഖാദി ശുറൈഹ് റഹിമഹുല്ലാ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സിഫത്തുകളും സ്ഥിരപ്പെടുത്തുന്ന, അത് ശരിയാണ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഒരു സിഫത്ത് മാത്രം അദ്ദേഹം നിഷേധിച്ചു. ഒരു സിഫത്ത്, ബൽ അജിബ്തു എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പരാമർശിച്ച ഒരു സിഫത്ത് ഖാദി ശുറൈഹ് റഹിമഹുല്ലാ നിഷേധിച്ചു. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു അതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചുവെങ്കിലും അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമുമാരിൽപ്പെട്ട ഒരു ഇമാമാണ്, അദ്ദേഹം അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് എന്ന അർത്ഥത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ സംസാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഖാദി ശുറൈഹിന് പറ്റിയ തെറ്റ് ഇജ്തിഹാദിയ വിഷയമാണോ? അല്ല, ഖിലാഫിയ മസ്അല തന്നെയാണ്, അഭിപ്രായ വ്യത്യാസം പാടില്ലാത്തതാണ്. പക്ഷേ അങ്ങനെ ഓരോരോ തെറ്റുകൾ വരുമ്പോഴേക്ക് തബ്ദീഇ ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയല്ല, അത് ഹദ്ദാദികളുടെ രീതിയാണ്, അത് ഹദ്ദാദികളുടെ രീതിയാണ്. ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ ആരും പറയാത്ത, അഹ്ലുസുന്നക്കില്ലാത്തൊരു വാദം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ പറഞ്ഞു. പക്ഷേ ഉലമാക്കൾ പറഞ്ഞു അത് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു തെറ്റാണ്. ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ബയാനു തൽബീസ് അൽ ജഹ്മിയയിലൊക്കെ ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത് തെറ്റാണ്, പക്ഷേ ഇമാം ഇബ്നു ഖുസൈമ അഹ്ലുസുന്നയുടെ ഇമാമായി തന്നെ തുടരും. അത് കാരണത്താൽ തബ്ദീഇ ചെയ്യപ്പെടുകയില്ല. മനസ്സിലായോ? ഈ കാര്യം സഹോദരങ്ങളെ വ്യക്തമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം.
മസ്അലകൾ രണ്ട് നിലയിലാണ് എന്നത് ആദ്യത്തെ പടിയാണ്. നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കുക. ഒന്നാമത്തേത് മസ്അലകൾ രണ്ട് തരം, ഇജ്തിഹാദിയായതും ഖിലാഫിയായതും. ഇജ്തിഹാദി എന്ന് പറഞ്ഞാൽ അത് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് വിശാലതയുള്ളത്, അതിൽ ആരെയും വഴിപിഴച്ചവനാണെന്നോ ബിദ്അത്തുകാരനാണെന്നോ പറയാൻ പാടില്ല. രണ്ടാമത്തേത് ഖിലാഫിയായ മസ്അലകളാണ്, അതിലാണ് എതിർക്കപ്പെടേണ്ടത്, അതിലാണ് വിമർശിക്കപ്പെടുക. അതെപ്പോഴാണ് വിമർശിക്കപ്പെടുകയും തബ്ദീഅ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്? ഒരു വ്യക്തി അസ്ലിൽ എതിരായാൽ. അതല്ലെങ്കിൽ അഹ്ലുസുന്നയും ബിദ്അത്തുകാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ബിദ്അത്തുകാരുടെ നിലപാട് ഒരുവൻ സ്വീകരിച്ചാൽ അത് കാരണത്താൽ അവനെ തബ്ദീഅ് ചെയ്യും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ ഉലമാക്കൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പൊ സമകാലികമായ ഒരു വിഷയം നാം എടുത്തു നോക്കിയാൽ, ഒരു സംഘടനയുണ്ടാക്കുകയും ആ സംഘടനയോട് മാത്രം, അതിലുള്ള ആളുകളോട് മാത്രം ഇഷ്ടം വെക്കുകയും അതിന് പുറത്തുള്ള ആളുകളോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ബിദ്അത്താണ്. അത് ബിദ്അത്താണ്. ഏതിൽ വരുന്നതാണ്? ഖിലാഫിയായ മസ്അലകളിൽ. ഏതാണ് മസ്അല? അൽ വലാഉ വൽ ബറാ. ഇസ്ലാമിൽ വലാഉം ബറാഉം നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലാണ്. ജമാഅത്തുൽ ഇഖ്വാൻ അൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഇഖ്വാനികൾ, അവരുടെ ഉലമാക്കൾ, അവരുടെ നേതൃത്വം തന്നെ എഴുതി വെച്ചതായി കാണാം, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെയാണ് നാം പരിഗണിക്കുക, അതല്ലാത്ത ആളുകളൊക്കെ മോശപ്പെട്ടവരാണ് എന്ന നിലയിൽ അവരുടെ സംസാരങ്ങൾ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അവരെ ഉലമാക്കൾ തബ്ദീഅ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ മജ്മൂഉൽ ഫതാവയിൽ 13ാമത്തെ വാള്യത്തിൽ പറയുന്നതായി കാണാം, ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ, ഒരു വ്യക്തിയെ മാനദണ്ഡപ്പെടുത്തി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ, അദ്ദേഹത്തെ വെറുക്കുന്നവരൊക്കെ നാം എതിർക്കും എന്നൊരുവൻ പറയുന്നുവെങ്കിൽ അവനെ തബ്ദീഅ് ചെയ്യും. അത് വ്യക്തിയാണെങ്കിലും സംഘടനയാണെങ്കിലും. ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ നാട്ടുകയും ഈ ഷെയ്ഖിനെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ സലഫികൾ അല്ലെങ്കിൽ അഹ്ലുസുന്ന, ആ ഷെയ്ഖിനെ എതിർക്കുന്നവരൊക്കെ പ്രശ്നമുള്ള ആളുകൾ എന്നൊരുവൻ പറയുന്നുവെങ്കിൽ അവൻ തബ്ദീഅ് ചെയ്യപ്പെടുന്നവനാണ്, അവനെ തബ്ദീഅ് ചെയ്യും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ മജ്മൂഉൽ ഫതാവയിൽ 13ാം വാള്യത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഖിലാഫുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ള കാര്യം. ഞാൻ ഒന്നുകൂടി ആദ്യം പറഞ്ഞ വിഷയങ്ങൾ ആവർത്തിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പലതവണ ആവർത്തിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം മനുഷ്യ സഹജമാണ്. രണ്ടാമത്തേത്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് കരുതി ദീനിലെ അധിക വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അധിക വിഷയങ്ങളും ഇജ്മാ ഉള്ളതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനേക്കാളും കുറവുള്ള മസ്അലകളാണ്. മൂന്നാമത്തേത്, മസ്അലകൾ രണ്ട് നിലയിലാണെന്ന് പറഞ്ഞു, ഖിലാഫിയായ മസായിലുകൾ, ഇജ്തിഹാദിയായ മസായിലുകൾ. എന്താണ് ഇജ്തിഹാദിയ, എന്താണ് ഖിലാഫിയ എന്ന് നമ്മൾ പറഞ്ഞു. നാലാമത്തേത്, ഖിലാഫിയായ മസ്അലകളിലാണ് ഒരു വ്യക്തിയെ മുബ്തദിയായി വിധി നൽകപ്പെടുക. അതെപ്പോഴാണ്? എപ്പോഴും ഖിലാഫിയായ ഒരു വിഷയത്തിൽ ഒരു പിഴവ് വന്നാൽ അദ്ദേഹത്തെ അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യപ്പെടുമോ? ചെയ്യപ്പെടില്ല എന്നും നമ്മൾ പറഞ്ഞു. ഈ വിഷയങ്ങളൊക്കെ വ്യക്തമായി നാം മനസ്സിലാക്കുക. തയ്യിബ്, ഈ വിഷയങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഖ്ഹിൽ ഈ നിലയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഫിഖ്ഹിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അതിലുള്ള അഭിപ്രായ വ്യത്യാസവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്വീകരിക്കപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സ്വീകരിക്കപ്പെടാത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടാത്തതുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഫിഖ്ഹിൽ നിലനിൽക്കുന്നുണ്ട്. ഖുർആനിനോടും സുന്നത്തിനോടും ഇജ്മാഇനോടും നേർക്ക് നേർ എതിരാവുന്ന വിഷയങ്ങളാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടില്ല. ഇനി അതല്ല, വിശാലമായ കാര്യങ്ങളാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഇവിടെ ഫിഖ്ഹിൽ പൊതുവെ ഫിഖ്ഹ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ചില വാക്കുകൾ നമ്മൾ അറിയണമെന്ന ഉദ്ദേശത്തിലാണ് ആ വാക്കുകളൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഫിഖ്ഹിൽ പൊതുവെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബാറക്കല്ലാഹു ഫീക്കും, ഉലമാക്കൾ അവരുടെ സംസാരങ്ങളിൽ രണ്ട് നിലയിലാണ് ഖിലാഫിനെ കുറിച്ച് പറയാറുള്ളത്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തെ കുറിച്ച് പറയാറുള്ളത്. ഒന്ന് ഇഖ്തിലാഫ് തനവ്വു. ഇഖ്തിലാഫ് അത്തനവ്വു, ഇത് ശരിക്കും ആ പേര് തന്നെ നിങ്ങൾ പഠിക്കുക. ഇഖ്തിലാഫ് തനവ്വു എന്ന് പറഞ്ഞാൽ ഒരു മസ്അലയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ വരിക. ഒരു മസ്അലയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ വരിക, പക്ഷേ ഒരു അഭിപ്രായം മറ്റൊരു അഭിപ്രായത്തിനെതിരല്ല. ഒരഭിപ്രായം മറ്റൊരു അഭിപ്രായത്തിന് എതിരല്ല. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഫിഖ്ഹിലുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഒരു ഷെയ്ഖിന്റെ ദർസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബ് നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ പറയാണ്, റുകൂഇലേക്ക് പോയാൽ നിങ്ങൾ പറയേണ്ടത് സുബ്ഹാന റബ്ബിയൽ അളീം എന്നാണ്.
സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ്. മറ്റൊരു കിതാബ് നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ കാണുന്നു, അതിൽ നിങ്ങൾ പറയേണ്ടത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്നാണ്. സുജൂദിലാവട്ടെ മറ്റ് സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ, ഇങ്ങനെ വ്യത്യസ്ത അദ്കാറുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫിഖഹിന്റെ ഒരു കിതാബ് വായിക്കുമ്പോൾ അതിൽ കാണുന്നു, കൈകെട്ടിയ ഉടൻ നിങ്ങൾ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ എന്ന ദുആ പറയണം. വേറെ ചില കിതാബുകളിൽ നിങ്ങൾ കാണുന്നു അല്ല വജ്ജഹ്തു വജ്ഹിയാണ് പറയേണ്ടത്. ഇവിടെ ഈ അഭിപ്രായ വ്യത്യാസത്തിന് എന്താണ് പറയുക? ഇഖ്തിലാഫ് അത്തനവ്വു, വ്യത്യസ്ത ശൈലികൾ ഇസ്ലാം അംഗീകരിച്ചിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് വ്യത്യസ്ത നിലപാടുകളല്ല വാസ്തവത്തിൽ, മറിച്ച് ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അധ്യാപനങ്ങളാണ്. ഒരു വ്യക്തിക്ക് റുക്കൂഇൽ വേണമെങ്കിൽ ഒന്ന് പറയാം, ഇനി മറ്റൊന്ന് പറയാം, ഏതും അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാം. മനസ്സിലായോ? ഏതും അദ്ദേഹത്തിന് പറയാം. അങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങൾ സ്വീകരിക്കാൻ ശർഅ് അനുവാദം നൽകിയിരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് ഇഖ്തിലാഫു തനവ്വു എന്ന് ഉലമാക്കൾ പറയുന്നത്. അതിൽപ്പെട്ടതാണ് ദുആഉൽ ഇസ്തിഫ്താഹ്, അതുപോലെ തന്നെ റുക്കൂഇലുള്ള അദ്കാറുകൾ, അതുപോലെ തന്നെ സുജൂദിലുള്ള അദ്കാറുകൾ. വ്യത്യസ്തമായ ശൈലികളിൽ വന്നതാണ്. നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, ചില റിവായത്തുകളിൽ സുബ്ഹാനല്ലാഹ് 33 ഉണ്ട്, ചില റിവായത്തുകളിൽ സുബ്ഹാനല്ലാഹ് 25 തവണയുണ്ട്. ഒരു വ്യക്തി ഒരു ഫിഖഹിന്റെ കിതാബിൽ സുബ്ഹാനല്ലാഹ് 25 തവണ, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 കണ്ടാൽ എന്ത് കരുതരുത്? മറ്റേ ആലിം പറഞ്ഞതിന് വൈരുദ്ധ്യമാണിത് എന്ന് കരുതരുത്. മറിച്ച് രണ്ടും അനുവദനീയമാണ്. സുന്നത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വ്യത്യസ്ത ശൈലികളെ കുറിച്ചാണ് ഈ ഇഖ്തിലാഫ് കൊണ്ടുള്ള ഉദ്ദേശം. തയ്യിബ്, ഇതിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു മസ്അലയാണ്, ഇങ്ങനെ സുന്നത്തിന്റെ വ്യത്യസ്തമായ രീതികളുണ്ട് എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് റുകൂഇലുള്ള ദുആകൾ അല്ലെങ്കിൽ സുജൂദിൽ ധാരാളം ദുആകളുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂത്ത് തുടങ്ങിയ ദുആകൾ സുജൂദിലുണ്ട്. അതുപോലെ തന്നെ ദുആഉൽ ഇസ്തിഫ്താഹിലും ധാരാളം പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ വജ്ജഹ്തു വജ്ഹി തുടങ്ങിയ പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് സംശയം, റുകൂഇൽ ഈ പറയപ്പെട്ട എല്ലാ പ്രാർത്ഥനകളും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സുജൂദിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എന്നാൽ ദുആഉൽ ഇസ്തിഫ്താഹിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട എല്ലാ പ്രാർത്ഥനകളും പറയാൻ പറ്റുമോ? പറയാൻ പാടില്ല. ഏതെങ്കിലും ഒന്നാണ് പറയേണ്ടത്. ഒരു നിസ്കാരത്തിൽ ഒരു പ്രാർത്ഥന മാത്രമേ പറയാവൂ, മറ്റൊരു നിസ്കാരത്തിൽ വേറെ ഒന്ന് പറയാം എന്ന നിലയിലാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ആ സാഹചര്യത്തെക്കുറിച്ച് എന്താണ് ഹദീസുകളിൽ വന്നതെന്ന് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സുജൂദിനെ കുറിച്ച് വന്നിരിക്കുന്ന സാഹചര്യം എന്താണ്? പൊതുവെ സുജൂദ് ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒന്നിലധികം പ്രാർത്ഥനകൾ നമുക്ക് പറയാൻ സമയമുണ്ട്, അപ്പോൾ അത് പറയാം. ഇനി നിസ്കാരത്തിൽ കൈകെട്ടിയ ഉടൻ ദുആഉൽ ഇസ്തിഫ്താഹ് ഒരു വ്യക്തി ചോദിക്കാണ്, ഞാൻ നാളെ മുതൽ വജ്ജഹ്തുവും പറയും, അല്ലാഹുമ്മ ബഅഇദ് ബൈനിയും പറയും, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി എന്നതും പറയും. മൂന്നും പറയാൻ പറ്റുമോ ഒരു നിസ്കാരത്തിൽ? പറയാൻ പാടില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിനെ കുറിച്ച് സഹാബികൾ പറയുമ്പോൾ പറഞ്ഞു, പ്രവാചകൻ കൈകെട്ടിയതിന് ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി അല്പസമയം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നത്, കുറച്ച് സമയം. ഈ കുറഞ്ഞ സമയം എന്ന ഹദീസുകളിൽ വന്നത് ഹുനയ്യതൻ, സകത ഹുനയ്യതൻ, കുറഞ്ഞ സമയം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നത് എന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ കുറഞ്ഞ സമയം, അതിനുശേഷം പ്രവാചകൻ ഫാത്തിഹ ഉറക്കെ ഓതാൻ ആരംഭിക്കും. ഈ കുറഞ്ഞ സമയത്തിൽ എല്ലാ ദുആഉൽ ഇസ്തിഫ്താഹും പറയാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദുആഉൽ ഇസ്തിഫ്താഹ് ഒന്നേ പറയാൻ പറ്റൂ. എന്നാൽ റുകൂഅ് പ്രവാചകൻ ദീർഘിപ്പിക്കാറുണ്ട്, സുജൂദ് ദീർഘിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇഖ്തിലാഫു തനവ്വുഇൽ വ്യത്യസ്തമായ അദ്കാറുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടത് ഒരു പ്രവർത്തനത്തിൽ ഒന്നിലധികം രൂപങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവാചകന്റെ സുന്നത്തുകളെ കുറിച്ച് ഒരു ധാരണയുണ്ടാകുമ്പോൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുജൂദ് ദീർഘിപ്പിക്കാറുണ്ട്, അപ്പോൾ എല്ലാ ദുആകളും അതിൽ പറയാം. ഇസ്തിഫ്താഹിന്റെ സമയം പ്രവാചകൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ എന്ന് സഹാബികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ദുആ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഖിലാഫിന്റെ രൂപം, ഇഖ്തിലാഫു തനവ്വു. അതിൽ അഭിപ്രായ വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സുന്നത്തിന്റെ രീതികളാണ്, സുന്നത്തിന്റെ വ്യത്യസ്തമായ ശൈലികളാണ്. രണ്ടാമത്തേത് ഇഖ്തിലാഫു തവാദ്. ഇഖ്തിലാഫു തവാദ് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൽ രണ്ട് അഭിപ്രായങ്ങൾ വരിക. ഇജ്തിഹാദിയ വിഷയത്തിലാണ് ഈ ചർച്ചകൾ. നേരത്തെ പറഞ്ഞ ഖിലാഫിയ മസ്അലകൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഇജ്തിഹാദിയ വിഷയങ്ങളിലാണ് നാം ഈ പറയുന്ന ചർച്ചകൾ. ഇജ്തിഹാദിയ മസ്അലകളാണ് ഈ രണ്ട് തരത്തിലുള്ള ഖിലാഫ് ഉള്ളത്, ഒന്ന് തനവ്വുഉം മറ്റൊന്ന് തവാദും. തവാദ് എന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായങ്ങൾ. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലായിട്ടില്ലെങ്കിൽ അവസാനത്തിൽ ചോദിക്കുക. ഇഖ്തിലാഫു തവാദ് എന്ന് പറഞ്ഞാൽ
ഒരു മസ്അലയിൽ, ഇജ്തിഹാദിയായ ഒരു മസ്അലയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കിടയിൽ വന്നു, രണ്ടും വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു വ്യക്തിക്ക് ചെയ്യുക സാധ്യമല്ല. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. ഒട്ടക ഇറച്ചി കഴിച്ചാൽ വുളൂ മുറിയുമോ ഇല്ലയോ ചർച്ചയാണ്. ഹംബലി മദ്ഹബിന്റെ ഉലമാക്കൾ പറയുന്നു വുളൂ മുറിയും, ബാക്കിയുള്ള മദ്ഹബിന്റെ ഉലമാക്കൾ പറയുന്നു വുളൂ മുറിയില്ല. അപ്പോൾ ഏതാണ്? ഒരു വ്യക്തിക്ക് രണ്ടും എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നുകിൽ മുറിയും അല്ലെങ്കിൽ മുറിയില്ല. ഏതെടുക്കണം? അതാണ് ഇഖ്തിലാഫു തവാദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇഖ്തിലാഫു തവാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം രണ്ട് അഭിപ്രായങ്ങളും വൈരുദ്ധ്യമുള്ളതാണ്. അത് പരസ്പരം രണ്ടും ചെയ്യാമെന്നൊരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുക സാധ്യമല്ല. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസം ഒന്നും ഒരിക്കലും എന്തില്ല, ഒരു വ്യക്തിയെ മോശപ്പെട്ടവനാണെന്ന് ചിത്രീകരിക്കാനോ തബ്ദീഅ് ചെയ്യാനോ അർഹതയില്ലാത്തതാണ്. ഇപ്പൊ നിസ്കാരത്തിൽ എവിടെ കൈകെട്ടണം? നമുക്ക് ആരെയും തബ്ദീഅ് ചെയ്യാൻ അതുകൊണ്ട് പാടില്ല. അത് ഇഖ്തിലാഫു തവാദാണ്. ഒന്നുകിൽ നെഞ്ചിന്റെ മുകളിലേ കെട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ പൊക്കിളിന്റെ താഴെയേ കെട്ടാൻ പറ്റൂ. അതല്ലാതെ ഒരു വ്യക്തിക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ല, ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് ഇഖ്തിലാഫു തവാദിൽ പെട്ടതാണ്. പക്ഷേ അത് കാരണം തബ്ദീഅ് ചെയ്യില്ല. കാരണം അത് ഇജ്തിഹാദിയായ മസ്അലയാണ്. തബ്ദീഇന്റെ മസ്അല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക, അത് മനസ്സിലാക്കുക. അത് വരുന്നത് ഖിലാഫിയായ വിഷയങ്ങളിലാണ്. അഭിപ്രായ വ്യത്യാസം വിശാലമായ കാര്യങ്ങളിൽ അത് വരികയില്ല. ഇപ്പോൾ ഫിഖ്ഹിലെ ഖിലാഫിന്റെ രണ്ട് രൂപങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഖിലാഫിയ, ഇജ്തിഹാദിയ. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് പലരുടെയും പ്രവർത്തനങ്ങളിൽ ഇതിൽ സംഭവിക്കുന്ന വീഴ്ചകൾ വളരെ ഗുരുതരമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇജ്തിഹാദിയെയും ഖിലാഫിയെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇജ്തിഹാദിയയുടെ രണ്ട് രൂപങ്ങളാണ് പിന്നെ പറഞ്ഞത്, ഇഖ്തിലാഫു തനവ്വുഉം ഇഖ്തിലാഫു തവാദും. അത് കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ, ഈ ആമുഖങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി പറഞ്ഞു നിർത്താം. വ്യാപകമായി നമ്മുടെ നാടുകളിലും മറ്റും ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഗ്രഹമാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഗ്രഹമാണ് എന്നുള്ളത്. വാസ്തവത്തിൽ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണോ? പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഗ്രഹമാണ് എന്ന ശൈലിയിൽ പല ഉലമാക്കളും സംസാരിച്ചതായി നമുക്ക് കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതായി, ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ, എൻ്റെ ഉമ്മത്തിന്റെ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചിലർ പറയുന്നുണ്ടെങ്കിലും അത് ലഈഫായ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ട കാര്യമാണ്. ഇബ്നുൽ മുലഖിൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തദ്കിറത്തുൽ മുഹ്താജിൽ പറയുന്നു, ഹാദൽ ഹദീസു ലം അറ മൻ ഖറജഹു മർഫൂഅൻ ബഅദൽ ബഹ്സ് അശ്ശദീദി അൻ. ഞാൻ വളരെ ശക്തമായ ഒരു പഠനം ഈ മേഖലയിൽ നടത്തിയെങ്കിലും ഈ ഹദീസിന് ഒരു അടിസ്ഥാനവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഇബ്നുൽ മുലഖിൻ റഹിമഹുല്ലാ പറയുന്നതായി അദ്ദേഹത്തിന്റെ തദ്കിറത്തുൽ മുഹ്താജിൽ നമുക്ക് കാണാം. അപ്പോൾ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ ഉലമാക്കളുടെ സംസാരത്തിൽ അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തയ്യിബ്, അപ്പോൾ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരും, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വരും. അത് സലഫുകൾക്കിടയിൽ ഉള്ളതാണ്, സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ ഉള്ളതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ് ഇങ്ങനെയുള്ള മസ്അലകളിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ ശരിക്കിത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മസ്അലകളിൽ ഒരു കാരണവശാലും മറ്റുള്ളവരോട് വെറുപ്പ് വെക്കാൻ പാടില്ല. ഇജ്തിഹാദിയായ ഉലമാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുള്ള ഇഖ്തിലാഫു തവാദ് എന്ന മസ്അലകളിൽ രണ്ടഭിപ്രായങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ഒരു കാരണവശാലും മറ്റൊരു സഹോദരനോട് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. ഒരാൾ പറയാണ് ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ ഒന്നു മുറിയും, മറ്റൊരാൾ പറയുന്നു മുറിയില്ല. അവർ രണ്ടുപേരും ബന്ധത്തിൽ ഒരു കുറവിന് അത് കാരണമാകാൻ പാടില്ല. ഒരാൾ പറയാണ് നെഞ്ചത്താണ് കൈകെട്ടേണ്ടത്, ഒരാൾ പറയുന്നല്ല പുക്കിളിന് താഴെയാണ് കൈകെട്ടേണ്ടത്. പരസ്പരം അവർ തമ്മിൽ ദേഷ്യമുണ്ടാകാൻ പാടില്ല. ഇത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് അലി തുവൈജിരി ഹഫിളഹുല്ലയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ നസീഹത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീനിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട്, അതിൻ്റെതായ ചില രീതികളും അതിൻ്റെതായ ചില കാര്യങ്ങളുമുണ്ട്. സഹാബത്തിന്റെ കാലഘട്ടം മുതലേ നമുക്ക് ഈ ദീൻ എങ്ങനെ വന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവർക്കില്ലാത്ത ആവേശം ഈ ദീനിന്റെ വിഷയത്തിൽ നമുക്കുണ്ടായിക്കൂടാ. അവർക്കില്ലാത്ത ആവേശം ഈ ദീനിൽ നമുക്കുണ്ട് എങ്കിൽ മനസ്സിലാക്കുക അത് നമ്മുടെ പരിധിക്കപ്പുറമാണ്. സലഫുകൾ വിശാലമായി കണ്ട ഒരു മസ്അലയെ നാം കുടുസാക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഫതഹിയ്യാത്തിൽ വിരൽ അനക്കണോ വേണ്ട എന്നുള്ളത്. ചില ഉലമാക്കൾ പറയുന്നു ആ ഹദീസ് ഷാദ് അല്ല എങ്കിൽ, ഷാദ് എന്നുള്ളത് ദുർബലമായ ഹദീസിന്റെ ഒരു ഭാഗമാണ്. ആ ഹദീസ് മനസ്സിലാകാൻ പറഞ്ഞാൽ ദുർബലമല്ല എങ്കിൽ ലോകത്ത് ദുർബലമായ ഒരു ഹദീസ് ഇല്ല. ഷാദ് ആണ് അവിടെ ഉദ്ദേശിച്ചത്.
ഷാദല്ല എങ്കിൽ ലോകത്ത് ഷാദായ ഒരു ഹദീസില്ല വിരൽ അനക്കുന്നതിനെ കുറിച്ച്. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു അല്ല, തഹിയ്യാത്തിൽ വിരൽ അനക്കണം. ഈ രണ്ട് വീക്ഷണങ്ങൾ ഒരു വ്യക്തി സ്വീകരിച്ചാൽ അല്ലെങ്കിൽ രണ്ടാളുകൾ സ്വീകരിച്ചാൽ ഒരു കാരണവശാലും അവർക്കിടയിൽ പരസ്പരം ബന്ധവിച്ഛേദനം ഉണ്ടാകാൻ പാടില്ല, വെറുക്കാൻ പാടില്ല, അവരുടെ മനസ്സിൽ ഒരു പ്രയാസം പോലും തോന്നാൻ പാടില്ല. കാരണം ഇത് ഇജ്തിഹാദിയായ പണ്ഡിതന്മാർ വിശാലമായി കണ്ടിരിക്കുന്ന ഒരു മസ്അലയാണ്. അതാണ് സലഫുകളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അഹ്ലുസുന്നയുടെ ഖലീഫയായിരുന്ന അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹവും ഖാസിം ഇബ്നു മുഹമ്മദ് ബിൻ അബി ബക്കറും ഖാസിമിനെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഫുഖഹാഉ സബഈൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഖാസിം ഇബ്നു മുഹമ്മദ് ബിൻ അബി ബക്കർ. അവർ തമ്മിൽ പരസ്പരം പല മസലകളിലും ചർച്ചകൾ നടക്കാറുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ഭരണാധികാരിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ പലതും പറയാനുണ്ട്, സമയം കുറവായതുകൊണ്ട് പറയുന്നില്ല. അത്രയും ഫضലുകളുള്ള വ്യക്തിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ. അദ്ദേഹവും ഖാസിം ഇബ്നു മുഹമ്മദ് ബിൻ അബി ബക്കറും താബിഈ പണ്ഡിതൻ അവർ തമ്മിൽ ചർച്ചകൾ നടക്കാറുണ്ട്. പരസ്പരം വൈരുദ്ധ്യമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയും, ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എനിക്കിഷ്ടമാണ്. ഈ നിലയിൽ പരസ്പരം ബന്ധങ്ങൾക്ക് ഭംഗം വരാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ് എന്ന നിലയിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഖാസിം റഹിമഹുല്ലാ പറയാറുണ്ട്, ഈ താബിഈ പണ്ഡിതൻ പറയാറുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയുന്ന ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താണ് അദ്ദേഹം പറയാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അഭിപ്രായ വ്യത്യാസത്തിലായത്, ഇത്തരത്തിലുള്ള മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസത്തിലായത് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഒരൊറ്റ വീക്ഷണമേ പാടുള്ളൂ, അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരാത്ത നിലയിലാണ് ഉള്ളത് എങ്കിൽ പിന്നീട് വരുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അതൊരു പ്രയാസം ഉണ്ടായേക്കാം എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയാറുണ്ട്. അപ്പോൾ സലഫുകൾക്കിടയിൽ തന്നെ ഈ ഫിഖ്ഹിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. അത് നാം മനസ്സിലാക്കണം. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ ചർച്ചകൾ. ഖാസിം ഇബ്നു മുഹമ്മദ് ബിൻ അബി ബക്കറും അതുപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസും തമ്മിൽ നടന്നിരിക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഒരു വ്യക്തി ഇമാം അഹ്മദിന്റെ കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥം എഴുതി, ഒരു ചെറിയ കിതാബ് എഴുതി. അതിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? കിതാബുൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരാമർശിക്കുന്ന ഗ്രന്ഥം. ഇമാം അഹ്മദ് അദ്ദേഹത്തോട് പറഞ്ഞു, സമ്മിഹി കിതാബ് അസ്സാഅ, അതിന് താങ്കൾ പേര് നൽകേണ്ടത് വിശാലതയുടെ ഗ്രന്ഥം എന്നായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് പേര് വെച്ചത് എന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങൾ പരാമർശിക്കുന്ന കിതാബ് എന്ന അർത്ഥത്തിൽ കിതാബുൽ ഇഖ്തിലാഫ്. ഇമാം അഹ്മദ് അദ്ദേഹത്തോട് പറഞ്ഞു, അതിന് കിതാബു അസ്സാഅ എന്ന പേര് വെക്കുക, വിശാലതയുടെ ഗ്രന്ഥം. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒന്നിലധികം വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിശാലതയെ അറിയിക്കുന്നു, ദീനിലുള്ള വിശാലതയെയാണ് അത് അറിയിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഫിഖ്ഹിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ശറഅ് ഒരിക്കലും നമ്മോട് പറഞ്ഞിട്ടില്ല. മറിച്ച് നാം പരിശ്രമിക്കണം ഹഖിലേക്ക് എത്താൻ, സത്യസന്ധമായി നാം പരിശ്രമിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതി അതൊരിക്കലും നാം ദേഹേച്ഛയെ പിൻപറ്റാൻ കാരണമാകരുത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം അസ്സവാഇഖുൽ മുർസലയിൽ സൂചിപ്പിച്ചതുപോലെ ഹഖിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹഖിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടാകേണ്ടത്. അതല്ലാതെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മുടെ ദേഹേച്ഛയെ പിൻപറ്റുന്ന ഒരു അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. താബിഈങ്ങൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ശറഅ് വിലക്കിയതോ അല്ലെങ്കിൽ മോശമായ നിലയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചതോ അല്ല. മറിച്ച് ശരീഅത്ത് എതിർത്തിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇജ്മാഉള്ള വിഷയങ്ങളിലും അതുപോലെ തന്നെ നുസൂസുകളോട് നേരിട്ട് എതിരാവുന്ന വിഷയങ്ങളൊക്കെയാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത് ശറഅ് വിലക്കിയിട്ടുള്ളത്. അതല്ലാതെ ഫിഖ്ഹിയായ മസായിലുകൾ സഹാബത്തിനിടയിൽ ഉണ്ടായപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കർശനമായി ഇത് പാടില്ല, ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പാടില്ല എന്ന് വിലക്കിയതായി നമുക്ക് കാണുക സാധ്യമല്ല. പ്രത്യേകിച്ച് ഒന്നിലധികം ആളുകളിൽ പഠിക്കുമ്പോൾ, ഒരു വ്യക്തി ഒന്നിലധികം മശായിഖന്മാരിൽ നിന്ന് ദീന് പഠിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും, വ്യത്യസ്ത വീക്ഷണങ്ങൾ കേൾക്കേണ്ടി വരും. ഇപ്പൊ രണ്ട് ദാഇയുടെ അല്ലെങ്കിൽ രണ്ട് ആലിമിന്റെ, രണ്ട് താലിബിന്റെ ദർസ് കേൾക്കുമ്പോൾ രണ്ടാളുകളുടെ രണ്ടഭിപ്രായമായിരിക്കും പറയുക. ഇതിലൊരിക്കലും നമുക്കൊരു പ്രയാസം തോന്നേണ്ട കാര്യമില്ല. പിന്നീട് നമ്മൾ ആകെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്?
ഇതിലേത് വാക്ക് നാം സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് ഇൻഷാ അള്ളാഹ് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവസാനം നമുക്ക് പറയാം. അപ്പോൾ രണ്ട് ആലിമിൽ നിന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി രണ്ട് അഭിപ്രായങ്ങൾ ഒരു പക്ഷേ കേൾക്കാം. അത് സാധാരണയാണ്, പഴയ കാലഘട്ടം മുതൽ തന്നെ അങ്ങനെയാണ്. അത് കരുതി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞാനിനി ഒരാളുടെ ഇത് മാത്രമേ കേൾക്കൂ, വേറൊരാളുടെ ദർസിന് ഞാൻ പോകില്ല, ഒരാളുടെ ദർസ് മാത്രമേ കേൾക്കൂ എന്ന് കരുതിയിരിക്കാനും പാടില്ല. അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുള്ള പറയാറുണ്ട്, ഇദാ അറദ്ത അൻ തഅരിഫ ഖതഅ മുഅല്ലിമിക ഫജാലിസ് ഗൈറഹ, നിനക്ക് നിന്റെ ഉസ്താദിന് സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ മനസ്സിലാകണമെങ്കിൽ മറ്റുള്ള ആളുകളുടെ ദർസുകളിൽ നീ പങ്കെടുക്കുക. ഇതാരാ പറയുന്നത്? അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുള്ള. ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന അഥറാണ്. നിനക്ക് നിന്റെ ഉസ്താദിന്റെ പിഴവുകൾ മനസ്സിലാകണമെങ്കിൽ മറ്റുള്ളവരുടെ അരികിൽ നീ ഇരിക്കുക എന്ന് അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുള്ള പറയാറുള്ളതായി ഇമാം ദാരിമി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന അഥറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ഉസ്താദിന്റെ കീഴിൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് പറയുന്ന ശൈലിയേക്കാൾ നല്ലത് ഒന്നിലധികം ആളുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിശാലതയുണ്ടാകും, ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒരു ഉസ്താദ് പറയും ഇത് പാടില്ലാത്തതാണ്, മറ്റേ ഉസ്താദ് പറയും ഇത് അനുവദനീയമാണ്. അപ്പോൾ നമുക്ക് ആ വിഷയം ഒന്നിലധികം അഭിപ്രായങ്ങൾ വന്നാൽ എന്താണ് അതിൽ സ്വീകരിക്കേണ്ടതെന്ന നിലപാടും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അത് ഇൻഷാ അള്ളാഹ് സമയം ലഭിക്കുകയാണെങ്കിൽ അവസാനം അതിനെക്കുറിച്ച് പറയാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അത് ഈ വിഷയത്തിന്റെ ഒരു മർമ്മമാണ്. എന്തുകൊണ്ടാണ് ഫിഖ്ഹിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നത്? ഫിഖ്ഹിൽ നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തോടു കൂടി തന്നെ ഇത് കേൾക്കണം. ഞാൻ പല വിഷയങ്ങൾ ആവർത്തിക്കുമ്പോൾ ആർക്കും ഒരു പ്രയാസം തോന്നരുത്, ഇത് അങ്ങനെ മനസ്സിലാക്കാനാണ്. ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മസ്അലയാണ് നമ്മുടെ കർമ്മ മേഖലയുമായി നോക്കുമ്പോൾ അധികവും വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക, അത് മനസ്സിൽ ഉറപ്പിച്ച ശേഷം അടുത്ത ചോദ്യം, ഈ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒട്ടകിറച്ചി കഴിച്ചാൽ ഉളു മുറിയുമോ ഇല്ലയോ എന്നുള്ളത്, അതുപോലെ തന്നെ എവിടെ കൈകെട്ടണം എന്നത്, ഇങ്ങനെയുള്ള മസ്അലകളിൽ എന്തുകൊണ്ടായിരിക്കും അഭിപ്രായ വ്യത്യാസം? വളരെ ലളിതമായി മനസ്സിലാക്കാൻ ചില കാരണങ്ങൾ പറഞ്ഞ് ഇൻഷാ അള്ളാഹ് ദർസ് നിർത്താം. ഒന്നാമത്തെ കാരണം ഒരു ആലിം ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഒരു ആലിം ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു. ആ വിഷയത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഹദീസുകൾ വന്നിട്ടുണ്ടാകാം, ഏതെങ്കിലും ഒരു തെളിവ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന് അത് അറിയണമെന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പൊതുവായി അദ്ദേഹത്തിന് അറിവനുസരിച്ചായിരിക്കും അദ്ദേഹം ആ വിഷയത്തിൽ വിധി നൽകിയിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തെളിവ് എത്താത്തതിന്റെ പേരിൽ, പഴയ കാലഘട്ടത്തിൽ അത് ധാരാളമായി സംഭവിക്കാറുണ്ട്. തെളിവ് ലഭിക്കാത്തതിന്റെ പേരിൽ, ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന തെളിവ് ഒരു പണ്ഡിതന് ലഭിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒരു പക്ഷേ വേറൊരു അഭിപ്രായമായിരിക്കാം. മനസ്സിലായോ? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നതായി കാണാം അദ്ദേഹത്തിന്റെ സവാഇഖുൽ മുർസലയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഹദീസുകളും ഒരാൾക്കും എത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ ഹദീസുകളും ഒരാൾക്കും പരിപൂർണമായി ലഭിച്ചു എന്ന് പറയുക സാധ്യമല്ല. അത് ഭൂമിയിൽ എത്ര വലിയ ആലിമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും. സാധാരണയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആലിം, അദ്ദേഹത്തിന് ശർഈയായ കാര്യങ്ങൾ അറിയാം, അദ്ദേഹത്തോടൊരു ചോദ്യം വന്നു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിന്റെ അറിവനുസരിച്ച് ബാക്കിയുള്ള പ്രമാണങ്ങളും തെളിവുകളും വെച്ച് അദ്ദേഹം വിഷയത്തിൽ മറുപടി നൽകും. പക്ഷെ ആ വിഷയത്തിൽ പ്രത്യേകമായ ഒരു ഹദീസ് ഒരു പക്ഷേ വന്നിട്ടുണ്ടാകാം, അദ്ദേഹത്തിന് ആ വിഷയം അറിയണമെന്നില്ല. അതുകൊണ്ട് മറ്റൊരു ആലിമിന് ആ ഹദീസ് ലഭിച്ചാൽ ഇതിനെതിരായിരിക്കും അഭിപ്രായം പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം എന്താണ്? തെളിവ് എത്താതിരിക്കുക എന്നുള്ളതാണ്. ഈ തെളിവ് എത്താതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റായി ആരും മനസ്സിലാക്കരുത്, അത് സാധാരണയാണ്. തെളിവ് എത്താതിരിക്കുക എന്നുള്ളത് സാധാരണയാണ്. അതിന് ഒരു ഉദാഹരണം, ഏറ്റവും വലിയ ഒരു വ്യക്തിയെ വെച്ചൊരു ഉദാഹരണം പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു സ്ത്രീ, ഒരു ജദ്ദ വന്നിട്ട് പറഞ്ഞു, ഉമ്മൂമ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എത്രയാണ് അനന്തരാവകാശത്തിന്റെ വിഹിതം എന്ന് ചോദിച്ചു. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജദ്ദക്ക് എത്രയാണ് അനന്തരാവകാശത്തിന്റെ വിഹിതം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിൽ നിങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അധ്യാപനമുള്ളതായി എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും എന്തെങ്കിലും ഒരു അധ്യാപനം വന്നതായി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്പാദ്യത്തിന്റെ 6ൽ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം 6000 രൂപയാണെങ്കിൽ അതിലൊരു ഭാഗം 1000 രൂപ ആ ജദ്ദക്ക് നൽകണമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെ നൽകിയിട്ടുണ്ട് എന്ന് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ ചോദിച്ചു, മുഗീറയോട് ചോദിച്ചു, വേറെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? താങ്കൾ ഈ കേട്ടതുപോലെ വേറെ ആരെങ്കിലും? അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാനും അങ്ങനെ ആ ഒരു അറിവ് എനിക്കുമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. ഇവിടെ നമ്മുടെ തെളിവ് എന്താണ്? അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള പ്രവാചകന്റെ അധ്യാപനം, പ്രവാചകന്റെ കൂടെ ഏത് സമയവും ഉണ്ടാകുന്ന അബൂബക്കറിന് റളിയല്ലാഹു അൻഹു ഈ വിഷയം അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് എല്ലാ സുന്നത്തുകളും എത്തണം എന്നില്ല. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം ബാധിച്ചു. പ്ലേഗ് രോഗം ബാധിച്ചിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ വിധി എന്താണ്? അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ വിഷയം അറിയില്ലായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് പ്രവേശിക്കരുത്. ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള രോഗമുണ്ട് എങ്കിൽ അതിൽ നിന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകാനും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴാണ് ഉമർ ആ വിഷയത്തിൽ അറിയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണം ആരാണ്? അബൂബക്കറും ഉമറും, ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ വ ഉമർ, എനിക്ക് ശേഷം നിങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും പിൻപറ്റുക. ആ അബൂബക്കറിനും ഉമറിനും ഈ കാര്യങ്ങൾ അറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അതിനുശേഷം വരുന്ന എത്ര വലിയ ആലിമാണെങ്കിലും അത്തരത്തിലുള്ള വിജ്ഞാനം അവരിൽ നിന്ന് മറഞ്ഞിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അതിലാരും എന്ത് കരുതരുത്, പെട്ടെന്നൊരു ആലിം അവർക്ക് അറിയുന്ന അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞാൽ അറിവില്ലാതെ മറുപടി പറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അവർക്കറിയാം, പക്ഷേ ആ വിഷയത്തിൽ പ്രത്യേകമായി ഒരു തെളിവ് വന്നത് ഒരു പക്ഷെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. മറിച്ച് പൊതുവായ തെളിവുകൾ വെച്ചായിരിക്കും അവർ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അഭിപ്രായ വ്യത്യാസം വരാനുള്ള ഒന്നാമത്തെ കാരണം, ഒരു ആലിമിന്, ഒരു മുജ്തഹിദിന് ഒരു തെളിവ് എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. രണ്ടാമത്തെ സാഹചര്യം, ഒരു ഹദീസ് എത്തിയിട്ടുണ്ടാകാം, ഒരു ഹദീസ് ഒരു പണ്ഡിതന്റെ അരികിൽ എത്തിയിട്ടുണ്ടാകാം, പക്ഷേ ആ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ആ ഹദീസ് സ്വീകാര്യമാണോ സ്വീകാര്യമല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് സവാഇഖുൽ മുർസലയിൽ പറയുന്നതായി കാണാം, ഒരു ആലിം ഒരു പക്ഷേ വിചാരിക്കും, ഒരു വ്യക്തിയെക്കുറിച്ച് ഹദീസുകൾ എങ്ങനെ ഉദ്ധരിക്കപ്പെടാറ്, അതിന് റാവിമാരുണ്ടാകും. ഒരു റാവിയെക്കുറിച്ച് ഒരു ആലിം ഒരു പക്ഷേ കരുതും അദ്ദേഹം സ്വീകാര്യനാണ്, മറ്റൊരു ആലിം വിചാരിക്കും അദ്ദേഹം ദുർബലനാണ്. അപ്പോൾ സ്വീകാര്യനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ ഈ ഹദീസ് സഹീഹാണ്, ദുർബലനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ ഈ ഹദീസ് ദുർബലമാണ്. അപ്പോൾ ഹദീസുകൾ സഹീഹാണോ ദുർബലമാണോ എന്നുള്ളത് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വരും, സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സൊഫിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഇമാം ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇമാമുണ്ട്, ഇമാമിന്റെ പിറകിൽ ഒന്നാമത്തെ സഫ് പരിപൂർണമാണെന്ന് സങ്കല്പിക്കുക. രണ്ടാമത്തെ സഫിൽ ഒറ്റക്ക് നിന്ന് ഒരു വ്യക്തി നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തി സഫിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് നിസ്കാരം മടക്കി നിസ്കരിക്കാൻ പറഞ്ഞതായി ഇമാം അഹ്മദും അബൂദാവൂദും തിർമിദിയും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. എന്താണ് ഹദീസ്? ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഹംബലി മദ്ഹബിലെ ഉലമാക്കൾ, പിന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കൊക്കെ പരിചയമുള്ള ഇന്നത്തെ ഉലമാക്കളിൽ പലരും, ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയെ പോലെയുള്ളവർ പറയുന്നത് അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. ഷെയ്ഖ് സുലൈമാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ മസ്ജിദിലേക്ക് കയറി ഒന്നാമത്തെ സഫ് പരിപൂർണമാണ്, നമ്മുടെ കൂടെ നിൽക്കാൻ രണ്ടാമത്തെ സഫിൽ ആളില്ല എങ്കിൽ അദ്ദേഹം പറയുന്നു ജമാഅത്ത് നഷ്ടപ്പെട്ടാലും അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, കാരണം അവിടെ നിസ്കാരം ബാത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. തയ്യിബ്, ചില ഉലമാക്കൾ, ഷാഫിഈ മദ്ഹബിലെ ഉലമാക്കൾ പറയുന്നു ഹദീസ് ദുർബലമാണ്, ഈ ഹദീസ് ദുർബലമാണ്. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മഅരിഫത്തുസ് സുനനി വൽ ആസാർ എന്ന കിതാബിൽ പറയുന്നതായി കാണാം, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഈ ഹദീസ് ദുർബലമായി കണ്ടിട്ടുണ്ട്. ഇമാം ഷാഫിഈ ഹദീസ് ദുർബലമാക്കി. എന്നാൽ ഇമാം അഹ്മദോ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് ഈ ഹദീസ് സഹീഹാണെന്ന് സ്വീകാര്യമാണെന്ന് പറഞ്ഞതായി തൻഖീഹു തഹ്ഖീഖിൽ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായും നമുക്ക് കാണാം. അപ്പോൾ ഇമാം അഹ്മദിന്റെ അഭിപ്രായം അനുസരിച്ച് ഹദീസ് സഹീഹാണ്, ഷാഫിഈയുടെ വീക്ഷണം അനുസരിച്ച് ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ
സ്വഫിൽ ഒറ്റക്ക് നിസ്കരിക്കാമോ എന്ന ചോദ്യം ഒരു ഷാഫിഈ പണ്ഡിതന്റെ അരികിൽ പോയ അദ്ദേഹം എന്ത് പറയും? നിസ്കരിക്കാൻ അനുവദനീയാണ്. ഇപ്പൊ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ പള്ളിയിലേക്ക് കയറിപ്പോയി, ഇമാമിന്റെ പിറകിൽ ഒരു സഫിൽ ആള് പൂർണ്ണമാണ്, രണ്ടാമത്തെ സഫിൽ ഒറ്റക്ക് നിന്ന് നിസ്കരിക്കാമോ? ഷാഫിഈ ഉലമാക്കൾ പറയും നിസ്കരിക്കാം, കാരണം ഹദീസ് ദുർബലമാണ്. എന്നാൽ ഇമാം അഹ്മദ് ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഹംബലി മദ്ഹബിലെ ഉലമാക്കൾ പ്രത്യേകിച്ചും പറയും അത് പാടില്ലാത്തതാണ്, നിസ്കാരം ബാത്തലാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഒന്നാമത്തെ വിഷയം തെളിവുകൾ എത്താതിരിക്കുക. രണ്ടാമത്തേത് തെളിവുകൾ എത്തിയാലും ആ തെളിവ് സഹീഹാണോ ലഈഫാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വരിക. അതുകൊണ്ടാണ് സ്വഫിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇമാം ഇബ്നു റുഷ്ദ് അൽ മാലിക്കി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബിദായത്തുൽ മുജ്തഹിദിൽ അദ്ദേഹം പറയുന്നു, ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം വാബിസത്ത് ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അവർക്കുള്ള വ്യത്യസ്ത അഭിപ്രായമാണ്. ദുർബലമാക്കിയവരുമുണ്ട്, സഹീഹാക്കിയവരുമുണ്ട്. ഇവിടെ ഭാഗികമായൊരു ഫായിദ പ്രത്യേകിച്ച് തുല്ലാബുകൾക്ക് ഉപകരിക്കും. ഫിഖ്ഹിൽ വന്നിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണം ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഇബ്നു റുഷ്ദ് അൽ മാലിക്കിയുടെ ബിദായത്തുൽ മുജ്തഹിദ്. ഇബ്നു റുഷ്ദ് അൽ മാലിക്കി റഹിമഹുല്ലയുടെ ബിദായത്തുൽ മുജ്തഹിദ്. അത് 4 മദ്ഹബുകളെ കുറിച്ചും അതിൽ പരാമർശിക്കും. ശേഷം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നത്, എന്താണ് അതിനുള്ള കാരണം, അത് അദ്ദേഹം അതിൽ വിശദീകരിക്കും എന്നുള്ളത് ആ കിതാബിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാ അള്ളാഹ്, കുറച്ച് വൈകി, പക്ഷെ ഈ ഒരു ഭാഗം തീർത്തിട്ട് നമുക്കിന്ന് പൂർത്തീകരിക്കാം. ഒന്ന് തെളിവെത്താതിരിക്കുക, രണ്ടാമത്തേത് എത്തിയ തെളിവ് സഹീഹാണോ ലഈഫാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, മൂന്നാമത്തേത് ചില കാര്യങ്ങൾ തെളിവാണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ചില കാര്യങ്ങൾ അത് തെളിവാണോ തെളിവല്ലേ എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണം, നമ്മൾ നേരത്തെ മാലിക്കി മദ്ഹബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആദ്യ 3 നൂറ്റാണ്ടുകളിൽ മദീനക്കാർ ചെയ്യുന്ന പ്രവർത്തനം തെളിവാണ് എന്നുള്ളതാണ് ഇമാം മാലിക്കിന്റെ അഭിപ്രായം. എന്നാൽ ഷാഫിഈ ഇമാമൊക്കെ അത് എതിർത്തവരാണ്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല ഒരു വിധി ഫിഖ്ഹിൽ പറയുമ്പോൾ മദീനക്കാർ ആദ്യ 3 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഇമാം മാലിക് അത് തെളിവായി പറയും, എന്നാൽ ഷാഫിഈ റഹിമഹുല്ല തെളിവായി പറയില്ല. അപ്പോൾ നിങ്ങൾ ഒരു മസ്അല നോക്കുമ്പോൾ മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം ഇന്നതാണ്, ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം ഇന്നതാണ്. എന്താണ് കാരണം? അവർ അവലംബിച്ചിരിക്കുന്ന തെളിവിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പൊ മൂന്നാമത്തെ കാരണം എന്താണ്? അവലംബിച്ച തെളിവ് ഒരു ഭാഗത്തിനരികിൽ തെളിവാണ്, മറ്റു വിഭാഗം പണ്ഡിതന്മാർ അത് തെളിവായി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നത്. നാലാമത്തേത്, ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ടാവുക. ഇപ്പോൾ ഒരു ആലിമിന് ഹദീസ് എത്തി എന്ന് സങ്കല്പിക്കുക, ആ ഹദീസ് അവർക്കിടയിൽ സഹീഹാണ് എന്ന് സങ്കല്പിക്കുക. ആ ഹദീസിന് ഒരു അർത്ഥമുണ്ടല്ലോ, ആ ഹദീസിന് ഒരു അർത്ഥമുണ്ട്, ഒരു ആശയമുണ്ട്. ഈ ആശയത്തിൽ അല്ലെങ്കിൽ ആ ഹദീസിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥത്തിൽ 2 അഭിപ്രായങ്ങൾ വരിക. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് അവരുടെ ഇദ്ദ കാലഘട്ടം വിശദീകരിക്കുന്നുണ്ട്. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറു. 3 ഖുർആൻ അവരുടെ ഇദ്ദ കാലഘട്ടം, 3 ഖുർആൻ അവരുടെ ഇദ്ദ കാലഘട്ടം. ഈ ഖുർആൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഭാഷയിൽ അതിൽ 2 അർത്ഥങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഒന്ന് ശുദ്ധികാലമാണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം 3 ശുദ്ധികാലമാണ് അവരിയ്ക്കേണ്ടത്. മറ്റൊരു അർത്ഥം എന്താണ്? ആർത്തവകാലമാണ്, 3 ആർത്തവകാലമാണ് അവർ ഇദ്ദ ഇരിക്കേണ്ടത്. 2 അഭിപ്രായങ്ങൾ അതിൽ വന്നു, ശുദ്ധികാലമെന്നും ആർത്തവകാലമെന്നും. എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വന്നത്? പൊതുവെ ഫുഖഹാക്കൾ അൽ ഇഷ്തിറാഖുൽ ലഫ്ളി എന്ന് പറയും, അഥവാ ഖുർആൻ എന്ന പദത്തിന് 2 അർത്ഥവും സാധ്യതയുണ്ട്. ഖുർആൻ എന്ന പദത്തിന് 2 അർത്ഥവും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഷാഫിഈ മദ്ഹബിൽ നോക്കിയാൽ കാണുന്ന അഭിപ്രായമല്ല മറ്റു ചില മദ്ഹബുകളിൽ നോക്കിയാൽ കാണുക. എന്താണ് കാരണം? ഈ വാക്കിന് 2 അർത്ഥമുണ്ട്. ഒരർത്ഥമാണ് ഷാഫിഈ മദ്ഹബ് അവലംബിച്ചത്, മറ്റൊരർത്ഥമാണ് വേറെ ചില ഉലമാക്കൾ അവലംബിച്ചത്. അപ്പോൾ ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥങ്ങൾ വരിക എന്നുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള ഒരു കാരണമാണ്. തയ്യിബ്. അതുപോലെ തന്നെ വേറെയും ധാരാളം കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് നമുക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിനുള്ള ഒരു കാരണമാണ് ഒരു ഹദീസ് ഒരു ആലിമിന് എത്തി എന്ന് സങ്കല്പിക്കുക. ഒരു ആലിമിന് ഹദീസ് എത്തി, ആ ഹദീസ് ആ ആലിമിന്റെ അരികിൽ സഹീഹാണ്, അതിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഹദീസ്
മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വരും. ആ ഹദീസ് മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വരും. മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു, ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാകാം, പെട്ടെന്നൊന്ന് ആവർത്തിക്കാം. മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ സാഹചര്യത്തിലാണ് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചതായി വന്നിട്ട്. ആർക്കാണ്? നജാഷിക്ക് വേണ്ടി. നജാഷി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മറഞ്ഞ രീതിയിൽ മയ്യത്ത് നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ തെളിവ് സ്ഥിരപ്പെട്ടതാണ്. തയ്യിബ്, ധാരാളം ഉലമാക്കൾ അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറയുന്നവർ തന്നെയാണ്. അപ്പോൾ തെളിവ് സ്ഥിരപ്പെട്ടു, ഈ ഹദീസ് ലഭിക്കുകയും ചെയ്തു. വീക്ഷണ വ്യത്യാസം എങ്ങനെയാ സംഭവിക്കുക? ഒരു പറ്റം ഉലമാക്കൾ പറഞ്ഞു, ഷാഫിഈ മദ്ഹബിലെ ഉലമാക്കൾ പറഞ്ഞു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. തയ്യിബ്, നിസ്കരിച്ചുവല്ലോ. അങ്ങനെയാണെങ്കിൽ ആര് മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്. ചില പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിൽ ചില പണ്ഡിതന്മാർ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്താബിയെ പോലുള്ളവരാണെന്നാണ് ഓർമ്മ. എന്നിരുന്നാലും ഒരു മസ്അല മനസ്സിലാക്കാൻ, ഷാഫിഈ മദ്ഹബിൽ നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞു, മറഞ്ഞവർക്ക് വേണ്ടി പ്രവാചകൻ നിസ്കരിച്ചു, അതുകൊണ്ട് നിസ്കരിക്കൽ അനുവദനീയമാണ്. ഖലാസ്, അവരുടെ തെളിവ് അതാണ്. രണ്ടാമതൊരു അഭിപ്രായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ, വേറെ ആർക്കും അത് വേണ്ടി പ്രവാചകൻ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അത് പ്രവാചകന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വേറെ സഹാബികൾ ആരും അങ്ങനെ നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് അത് പ്രവാചകന് മാത്രം അനുവദിക്കപ്പെട്ട കാര്യമാണ്. വേറെ ആരും അങ്ങനെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല. രണ്ടുപേരും നോക്കിയ നിങ്ങൾ, തെളിവൊന്നാണ്, പക്ഷേ മനസ്സിലാക്കിയതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ. മൂന്നാമതൊരു അഭിപ്രായം, ഒരു മയ്യത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു നാട്ടിൽ മരണപ്പെട്ടു, അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടിൽ ആരും നിസ്കരിച്ചില്ല. അങ്ങനെയാണെങ്കിലാണ് അവർക്ക് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാവുക. അവർ പറയുന്നു, നജാഷിയുടെ നാട്ടിൽ ആരും നിസ്കരിക്കാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ, അഥവാ ഒരു നാട്ടിൽ ഒരു വ്യക്തി മരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടിൽ ആരും ജനാസ നിസ്കരിക്കുകയും ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജനാസ നിസ്കരിക്കാം. അവരുടെ തെളിവും ഇതേ ഹദീസാണ്. അപ്പോൾ ഹദീസ് മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അതിലൊരിക്കലും ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയെങ്കിലും അത് കാരണത്താൽ വിമർശിക്കാനോ പാടില്ല. അത് സ്വാഭാവികമാണ്, ഫുഖഹാക്കൾക്കിടയിൽ സ്വാഭാവികമായ കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അവസാനം രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് എന്തായാലും നിർത്താം. ഒന്ന്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നാം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഫുഖഹാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കലും അതിന്റെ വിശാലത മനസ്സിലാക്കലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. എന്തായാലും മനസ്സിലാക്കണം, ഇങ്ങനെയൊന്നുണ്ട്, ഈ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവൻ മറ്റുള്ളവരെ എതിർക്കുന്നത് കുറയും. പെട്ടെന്ന് നിസാര കാര്യങ്ങൾക്ക് ആളുകളെ എതിർക്കുകയില്ല. ഇന്ന് പല ആളുകളും കൈകെട്ടുന്ന വിഷയത്തിൽ തർക്കിക്കുന്നവർ, തറാവീഹിന്റെ നിസ്കാരത്തിൽ തർക്കിക്കുന്നവർ, ഇങ്ങനെ പല നിസ്സാരമായ മസ്അലകൾക്കും തർക്കം നടത്തുന്ന ആളുകൾ, അത് പാടില്ലാത്തതാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ വിശാലത അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം പറയുന്നു, മൻ ലം യഅരിഫിൽ ഇഖ്തിലാഫ് ലം യശുമ്മൽ ഫിഖ്ഹ ബിഅൻഫിഹി. ഒരുവന് ഫുഖഹാക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ അറിയില്ല എങ്കിൽ അവൻ ഫിഖ്ഹ് അതിന്റെ മണം പോലും പിടിക്കാത്തവനാണ് എന്ന് ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നാം അറിയണം, അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയണം. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, ലാ യൻബഗി ലി അഹദിൻ അൻ യുഫ്തിയ അന്നാസ് ഹത്താ യകൂന ആലിമൻ ബിഖ്തിലാഫി അന്നാസ്. ജനങ്ങളുടെ അഭിപ്രായ ഭിന്നതകൾ അറിയുന്നതുവരെ ഫത്വ നൽകുക എന്നുള്ളത് ഒരുവന് പാടില്ലാത്തതാണ്. ഫഇന്നഹു ഇൻ ലം യകുൻ കദാലിക റദ്ദ മിനൽ ഇൽമി മാ ഹുവ ഔസഖ്. അത് അറിയില്ല എങ്കിൽ അവന് ഇൽമിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും റദ്ദ മിനൽ ഇൽമി മാ ഹുവ ഔസഖു മിനല്ലദി ഫീ യദൈഹി, അവൻ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് അതിനേക്കാളും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തള്ളേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് അതാ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓർമ്മിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഫിഖ്ഹിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നാം തിരിച്ചറിയണം. അതറിയില്ല എങ്കിൽ നമ്മൾ ആ വിഷയത്തിന് സംസാരിക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, എവിടെയാണ് കൈകെട്ടേണ്ടത്, പറഞ്ഞു കൊടുക്കുക, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നെഞ്ചിനാണ് കൈകെട്ടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സിലാക്കുന്നത് അത് പറയുക, ഹദീസ് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് പറയുക. തയ്യിബ്, ഇപ്പൊ ഒരു വ്യക്തി പൊക്കിളിന് താഴെ കൈകെട്ടുന്നു, അത് എതിർക്കുന്നതിന് മുമ്പ് നാം അറിയണം അവന്റെ കാഴ്ചപ്പാട് എന്താണ്, അവനോട് ചോദിക്കുക. അതല്ലാതെ പെട്ടെന്ന് എതിർക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന തെളിവ് എന്താണ് നാം അന്വേഷിക്കുക. മറ്റൊരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി ഫജറിന് ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്ത് കൊടുത്തു. ഒരു വ്യക്തി സുന്നത്ത് നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം വീട്ടിൽ നിന്നാവട്ടെ ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്നു.
നമ്മൾ പറയണം അദ്ദേഹത്തോട് പാടില്ല, പെട്ടെന്ന് നിങ്ങൾ ജമാഅത്തിന് ജോയിൻ ചെയ്യുക, ഇങ്ങനെ നിസ്കരിക്കൽ തെറ്റാണെന്ന് പറയാവോ? സുന്നത്തിന്റെ വിഷയത്തിൽ ഫജറിന്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി കാണാം, അദ്ദേഹം ഇഖാമത്തിന് ശേഷം സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് സുന്നത്ത് പൂർത്തീകരിച്ച് അദ്ദേഹം പള്ളിയിൽ പോകാറാണ് അദ്ദേഹത്തിന്റെ പതിവ്. അപ്പോൾ അദ്ദേഹത്തെ സ്വാഭാവികമായി ആ വിഷയത്തിൽ എതിർക്കാൻ പാടില്ല. കാരണം സ്വഹാബത്തിന്റെ ആചാറുകൾ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തി വുളൂ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക, വുളൂയിൽ അദ്ദേഹം തലയുടെ ഒരു ഭാഗം കുറച്ച് ഭാഗം മാത്രം തടവി എന്ന് സങ്കല്പിക്കുക. നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്നത് പോലെ അത് പാടില്ല, വുളൂ ശരിയാവില്ല എന്ന് ചിലർ പറയും. പാടില്ല, അങ്ങനെ എതിർക്കരുത്. എന്തുകൊണ്ടാണ്? സ്വഹാബികൾ സലമത്ത് ഇബ്നുൽ അക്വഅ, അതുപോലെ മറ്റൊരു സ്വഹാബിയിൽ നിന്നും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇബ്നു ഹസ്ം റഹിമഹുല്ല പറയുന്നു, അവരെ ഒരു സ്വഹാബിയും എതിർത്തതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഫിഖ്ഹിന്റെ വിശാലത നാം മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള എതിർപ്പ് കുറയും. അപ്പം ധാരാളം മസ്അലകൾ ഞാൻ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ വുളൂവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു വ്യക്തി വുളൂഇൽ തല 3 തവണ തടവി എന്ന് സങ്കല്പിക്കുക. തല 3 തവണ തടവി. നമ്മൾ പൊതുവെ ബഹുഭൂരിപക്ഷം ഹദീസിലും വന്നത് തല 1 തവണ തടവുക, ചെവിയും തടവുക. അതോടൊപ്പം തല ഒരു വ്യക്തി 3 തവണ തടവി എന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തെ എതിർക്കേണ്ടതില്ല, ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പോലും ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനൻ അബീ ദാവൂദിലാണെന്നാണ് ഓർമ്മ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ എതിർക്കേണ്ടതില്ല, കാരണം ഫിഖ് ആ വിഷയത്തിൽ വിശാലതയുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഖതാദ റഹിമഹുല്ലയും അതാഉം ഒക്കെ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഫിഖ്ഹിന്റെ വിശാലത ഒരുവൻ മനസ്സിലാക്കുമ്പോൾ അവൻ മറ്റുള്ളവരെ എതിർക്കുന്നതിൽ അവനൊന്ന് സൂക്ഷ്മത കാണിക്കും. അവൻ ഈ എതിർക്കുമ്പോൾ ഞാൻ ഈ എതിർക്കുന്ന കാര്യം അത് തെറ്റാണോ, എനിക്ക് എതിർക്കാനുള്ള അർഹതയുണ്ടോ, ഇനി അതല്ല അത് ഉലമാക്കൾ അംഗീകരിച്ച സഹാബത്തിന്റെ അഭിപ്രായമാണോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ഒരു പക്ഷേ പല അഭിപ്രായങ്ങളും അത്തരത്തിലുള്ള സഹാബികൾ പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു വിഷയത്തിൽ എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണം. ഞാൻ നേരത്തെ ഷെയ്ഖ് അലി തുവൈജിരിയുടെ നസീഹത്ത് പറഞ്ഞല്ലോ, അത് ഷെയ്ഖ് അന്ന് എന്നോട് പറഞ്ഞതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു വിഷയം നാം എതിർക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ദീനാണെന്ന ബോധം നമുക്കുണ്ടാവണം. നമുക്ക് അവരെക്കാളും സഹാബത്തിനേക്കാളും താബിഈങ്ങളെക്കാളും ഒക്കെ അധികമായ ഒരു ആവേശം വന്നാൽ അത് ദോഷമാണ്. മറിച്ച് അവർ വിശാലമായി കണ്ട മസ്അലകൾ നാം വിശാലമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വ്യക്തമായ തെളിവുകൾ, ഒരു വ്യക്തി, ഞാൻ ഉദാഹരണങ്ങൾ നീട്ടുന്നില്ല, ഈ പറഞ്ഞ നിസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയം ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടു ആ ഹദീസ് സഹീഹാണ് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് അതിനെതിരായി ചെയ്യുന്ന ആളോട് പറയാം, ഹദീസ് സഹീഹാണ്, ഇന്ന ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വായിൽ ഇബ്നു ഹുജറിന്റെ ഹദീസ് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയ വിഷയത്തിലൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് അതാണ് ശരി, നിങ്ങൾ ഈ പറയുന്ന വാദമല്ല ശരി എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാം. അദ്ദേഹം പറയാണല്ല, ഞാൻ പഠിച്ചിരുന്നു, എനിക്ക് ബോധ്യപ്പെട്ടത് ഹദീസ് ദുർബലമാണ്, ഖലാസ്, പിന്നെ അവിടെ ചർച്ചകൾ കഴിഞ്ഞു. അതല്ലാതെ പിന്നെയും അദ്ദേഹത്തെ നമ്മൾ വിമർശിച്ചുകൊണ്ടുള്ള സംസാരം നടത്തുക, തർക്കിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇത് ഗൗരവപൂർവ്വം നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, അതിൻ്റെ പേരിൽ ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല. ഒരാളോടും നാം മനസ്സിലാക്കിയ അഭിപ്രായത്തിനെതിരായി അവൻ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഒരാളോട് അനീതി കാണിക്കുക എന്നുള്ളത് ശർഅ് നമുക്ക് അനുവാദം നൽകാത്ത കാര്യമാണ്. മൂന്നാമത്തേത്, അഭിപ്രായ വ്യത്യാസം ഒരിക്കലും നമുക്ക് തെളിവല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് ഹക്കിലേക്ക് എത്താനുള്ള പരിശ്രമമാണ്. അതല്ലാതെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എടുക്കാം, എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന നിലയിലല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് അഭിപ്രായ വ്യത്യാസം തെളിവല്ല. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജാമിഉ ബയാനുൽ ഇൽമി എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നതായി കാണാം, അൽ-ഇഖ്തിലാഫു ലൈസ ബിഹുജ്ജത്തിൻ ഇൻദ അഹദിൻ അലിംതുഹു മിൻ ഫുഖഹാഇൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഫുഖഹാക്കളിൽ ഒരാളും തന്നെ അഭിപ്രായ വ്യത്യാസം തെളിവായി പറഞ്ഞില്ല. അഭിപ്രായ വ്യത്യാസം തെളിവല്ല, പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിൽ നാം മാന്യത കാണിക്കണമെന്ന് മാത്രം. അഭിപ്രായ വ്യത്യാസം തന്നെ ഒരു തെളിവല്ല. ഇപ്പൊ ചില ആളുകളോട് ഒരു മസാല പറഞ്ഞാൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിലേതാണ് തെളിവുകളോട് യോജിച്ചതായി നമുക്ക് ബോധ്യപ്പെടുന്നത് അത് നാം സ്വീകരിക്കുക. അതല്ലാതെ അഭിപ്രായ വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് ഒരു തെളിവല്ല, മറിച്ച് ഏതാണോ തെളിവ് അതാണ് നാം അവലംബിക്കേണ്ടത്. രണ്ടു വശത്ത്, ഇപ്പം ഒട്ടകറച്ചി തിന്നാൽ ഉളൂ മുറിയും എന്നുള്ളത് ഒരു അഭിപ്രായം, ഉളൂ മുറിയില്ല എന്നുള്ളത് ഒരു അഭിപ്രായം. നമുക്ക് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മുറിയും എന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുക, മുറിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുക. അതല്ലാതെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതി തോന്നിയ പോലെ ജീവിക്കുക എന്നല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുവാഫഖാത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്താബി
അദ്ദേഹത്തിൻ്റെ ചില കിതാബുകളിലും ഇത് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തെളിവല്ല. ഇനി അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. രണ്ടഭിപ്രായങ്ങൾ കണ്ടു. ഒരു സാധാരണക്കാരൻ, നാട്ടിലുള്ള ഒരു സാധാരണക്കാരൻ 2 ദർസ് കേട്ടു. ഒരു ദർസിൽ അവൻ കേൾക്കുന്നു ഒട്ടക ഇറച്ചി തിന്നാൽ വുളൂഉ മുറിയും. വേറെ ദർസിൽ കേൾക്കുന്നു ഒട്ടക ഇറച്ചി തിന്നാൽ വുളൂഉ മുറിയില്ല. അവൻ എന്താ ചെയ്യേണ്ടത്? ഉലമാക്കൾ അതിന് പല ഘട്ടങ്ങളായി വിശദീകരിക്കുന്നതായി കാണാം. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഉലമാക്കൾ ആ മസ്അലയിൽ സംസാരിച്ചതായി കാണാം. അവർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്: ആദ്യം ശ്രമിക്കേണ്ടത് എന്താണ്? ആ വിഷയത്തിൽ ഹക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതാണോ ബോധ്യപ്പെടുന്നത് അത് മനസ്സിലാക്കാൻ സ്വീകരിക്കുക. ശൈഖ് ഇബ്നു ഉസൈമീനും വേറെ ചില ഉലമാക്കളൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് മാത്രം. ഹക്ക് ബോധ്യപ്പെടാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, തെളിവുകളുടെ വെളിച്ചത്തിൽ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ശൈഖ് ഇബ്നു ഉസൈമീന്റെ സംസാരത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം എളുപ്പമുള്ളത് സ്വീകരിക്കാം. എളുപ്പമുള്ളത് സ്വീകരിക്കൽ അനുവദനീയമാണ്. അദ്ദേഹം പറയുന്നു ശരീഅത്ത് എന്നുള്ളത് എളുപ്പമാണ്, അതുകൊണ്ട് എളുപ്പമുള്ളത് സ്വീകരിക്കാൻ ശറഅ് നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ചില ഉലമാക്കൾ എന്ത് പറഞ്ഞു? അതിലേറ്റവും കഠിനമായത് സ്വീകരിക്കുക. ഇപ്പോൾ ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്ന അഭിപ്രായം വന്നാൽ അവിടെ ഹറാമാണെന്ന് സ്വീകരിക്കുക. അതാണ് കൂടുതൽ സൂക്ഷ്മതയുടെ ഭാഗം. ശരിയാണ്, അത് സൂക്ഷ്മതയാണ്. പക്ഷേ അതാണോ നാം ചെയ്യേണ്ടത്? അതല്ല ഏറ്റവും എളുപ്പമുള്ളതാണോ? അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉലമാക്കൾക്കിടയിലുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് എളുപ്പമുള്ള മാർഗം സ്വീകരിക്കുക. വേറെ ഉലമാക്കൾ നടത്തുന്ന സംസാരത്തിൽ നമുക്ക് കാണാം, ഏറ്റവും അറിവുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ 2 ആളോട് നമ്മൾ ചോദിച്ചു, 2 പണ്ഡിതന്മാരോട് ചോദിച്ചു, ആരെയാണോ കൂടുതൽ ഇൽമുള്ളവർ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരുടെ ഫത്വകൾ സ്വീകരിക്കാം. അങ്ങനെ ധാരാളം മർത്തബകൾ ഉലമാക്കൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ശൈഖ് ഇബ്നു ഉസൈമീന്റെ സംസാരം നമുക്ക് വരുന്ന ദർസിൽ അദ്ദേഹത്തിന്റെ സംസാരം തന്നെ നമുക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് വിഷയങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇതാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു തർത്തീബിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഇനങ്ങൾ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു വ്യക്തി തബ്ദീഅ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു, ഖിലാഫിയായ മസ്അലകളിൽ തബ്ദീഅ് ചെയ്യുക എന്നതിനെക്കുറിച്ച് പറഞ്ഞു, എപ്പോഴാണ് ഖിലാഫിയായ മസ്അലകളിൽ തബ്ദീഅ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ സൂചിപ്പിച്ചു. താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞു, സഹാബത്തിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് പ്രധാനമായും ഇന്നത്തെ ദർസിൽ നാം സംസാരിച്ച വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വ്യക്തമായി ഈ വിഷയങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ധാരാളം സമയം വൈകിയതിൽ അഫ്വാൻ, കഴിഞ്ഞ ആഴ്ചയിൽ ദർസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നൊരു യാത്ര വന്നത് കാരണത്താൽ ദർസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് കുറച്ചധികം എടുത്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സാധാരണക്കാരനായ ആളിന് ചില മസലകളില് ഷാഫി മദ്ഹബിന്റെ ഇതനുസരിച്ചും ചില മസലകളിൽ ഹംബലി മദ്ഹബിന്റെ അനുസരിച്ചും സ്വീകരിക്കാൻ പറ്റുമോ? സാധാരണ പ്രശ്നമില്ല. അതാണ് അയാൾക്ക് ശരിയായ അയാളുടെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. അദ്ദേഹം ഷാഫിഈ ഫിഖ്ഹ് സ്വീകരിക്കാൻ ഒന്നുകിൽ അതാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇൽമുള്ള വ്യക്തി സ്വീകരിച്ചതെങ്കിൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാം. അല്ലെങ്കിൽ അതാണ് ഇപ്പൊ ശൈഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന് എളുപ്പം, അതായിരിക്കുമല്ലോ ഏറ്റവും ചുരുങ്ങിയത്, അതാണ് അദ്ദേഹത്തിന് എളുപ്പം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല.